ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ശ്രീഹരയേ നമ. ഹരേ ഗുരുവായൂരപ്പ ശരണം. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ജയ് ജയ് ശ്രീ രാധേശ്യാം. എല്ലാ സജ്ജനങ്ങൾക്കും വിനീത നമസ്കാരം. ശ്രീ ഗുരുവായൂരപ്പൻ്റെ അപാരമായ കൃപാകടാക്ഷം കൊണ്ട് നമുക്ക് ഈ ധനുമാസത്തിലെ 30 ചൊവ്വാഴ്ചയാണ്. ഇന്നലെ 1-ാം തീയതി ആയിരുന്നു, ധനു 1-ാം തീയതി ആയിരുന്നു. ഇന്ന് ധനുമാസത്തിലെ 30 ചൊവ്വാഴ്ചയായിട്ട് ഭഗവാന്റെ കഥകൾ പറയാനും ഈ ഗുരുവായൂരപ്പൻ്റെ ചിന്തയിലിരിക്കാനും ഒരു സത്സംഗത്തിനായിട്ട് ഭഗവാൻ നമുക്ക് ഒരവസരം തന്നു. നമ്മളെവിടെ എല്ലാവരെയും ഒരുമിച്ചിരുത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് നമ്മളുടെ സത്സംഗം ഉണ്ടായിരുന്നില്ല. അതിൻ്റെ കാരണം വെള്ളിയാഴ്ച അവിടെ കാർത്തിക രാധയുടെ ജന്മനാളായിരുന്നു അന്ന്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ പിരിഞ്ഞതാണ്. രാധാദേവിയുടെ ആ പിറന്നാളിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് അനുസ്മരിച്ച് പിരിഞ്ഞതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കാണാൻ തരായില്ല. കാരണം ഗുരുവായൂരപ്പൻ ഒരു തവണയും കൂടിയും ഗുരുവായൂർക്ക് കൊണ്ടുപോയി എത്താനായിട്ടൊരവസരം തന്നു. അങ്ങനെ ആ ഒരു തവണയും കൂടിയും ഞങ്ങൾ ശനിയാഴ്ച എല്ലാവരും കൂടി ഗുരുവായൂർ പോയി ഞായറാഴ്ചയാണ് വന്നത്. അതുകൊണ്ട് സത്സംഗം 2-3 ദിവസങ്ങളിൽ ഉണ്ടായിരുന്നില്ല. ഇന്നലെ എൻ്റെ ഏട്ടൻ്റെ, ഞാൻ പറഞ്ഞല്ലോ, ചെറിയച്ഛൻ്റെ മകൻ ഗുരുവായൂരപ്പൻ്റെ അടുത്തേക്ക് പോയിട്ട് ഇന്നലെ 1 വർഷം തികയണ ദിവസമായിരുന്നു. ഇന്നലെ അതുകൊണ്ട് ഇന്നലെയും നമ്മുടെ സത്സംഗം ഉണ്ടായിരുന്നില്ല. എന്തായാലും എല്ലാം ഗുരുവായൂരപ്പൻ്റെ ഓരോരോ കാരുണ്യവും ഓരോ നിമിഷവും തൊട്ടറിയുന്നതാണ്. ശരിക്കും അത്രയും മഹത്തരായിട്ടുള്ള ഓരോ നിമിഷവും കടന്നു പോകുന്നത് ഗുരുവായൂരപ്പനിലൂടെയാണ്. നമുക്ക് ആ തിരിച്ചറിവ് വരികയാണ് ചെയ്യുന്നത്. ഭഗവാനാണ്. ഇതുവരെയൊക്കെ നമുക്ക് പലതും എന്തിനൊക്കെയോ വേണ്ടി നമ്മൾ ഓടണു. നമ്മളങ്ങനെ ചെയ്തില്ലെങ്കിൽ, നമ്മൾ പ്രയത്നിച്ചില്ലെങ്കിൽ അത് ശരിയാവില്ല എന്നൊക്കെ തോന്നിയായിരുന്നു. പക്ഷെ ഓരോന്നിനും അതാത് സമയമാവുമ്പോൾ അതങ്ങോട്ട് വന്നു ചേർന്നത് അത്ഭുതം പോലെ ഇങ്ങനെ കണ്ടു നിൽക്കുകയാണ് ചെയ്യുക. എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. ഓരോ അനുഭവങ്ങളെ പറ്റി പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർമ്മിച്ചത്. കഴിഞ്ഞ ദിവസം ഗുരുവായൂർ പോയ ഏകാദശിയുടെ അനുഭവം പറഞ്ഞപ്പോൾ ഞാൻ സ്വതവേ അങ്ങനെ ഫേസ്ബുക്ക് നോക്കാറില്ല. എന്തെങ്കിലുമൊക്കെ ഫേസ്ബുക്കിൽ നമ്മൾ ഇവിടെ പറയുന്ന ചില കാര്യങ്ങളൊക്കെ ഫേസ്ബുക്കിൽ പങ്കുവയ്ക്കാറുണ്ട്. പങ്കുവയ്ക്കുന്ന സമയത്ത് അത് തുറന്ന് നോക്കുമ്പോൾ ജസ്റ്റ് ഒന്നിങ്ങനെ നോക്കും. അപ്പോൾ ഏതെങ്കിലുമൊക്കെ ഇങ്ങനെ അറിയണവരുടെ ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കാണാറുണ്ട് എന്നല്ലാണ്ട് സ്ഥിരമായിട്ട് അങ്ങനെ അത് ഫോളോ അത് എപ്പോഴും അങ്ങനെ ഞാൻ നോക്കാറില്ല. അപ്പോൾ അത് കാര്യമായിട്ട് ഞാൻ നോക്കേണ്ട 1-2 പേര് ആ ശ്രീകൃഷ്ണൻ്റെ ചിത്രങ്ങൾ വരയ്ക്കണതുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കുക. പിന്നെ ഭഗവാന്റെ അത്രയും അടുത്തിട്ടുള്ളവരുടെ എന്തെങ്കിലുമൊക്കെ പോസ്റ്റുകൾ ഉണ്ടാവും. അതൊക്കെ ഒന്നിങ്ങനെ നോക്കും. അത്ര മാത്രമേ ചെയ്യാറുള്ളൂ. ഇടയ്ക്ക് വല്ലപ്പോഴും ഇതുപോലെ മെസ്സേജുകളൊക്കെ ഇങ്ങനെ നോക്കും. ആരെങ്കിലും എന്തെങ്കിലും മെസ്സേജ് അയച്ചിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി നോക്കും. അങ്ങനെ കഴിഞ്ഞ ദിവസം മെസ്സേജ് നോക്കിയപ്പോഴാണ് ഒരു മെസ്സേജ് കണ്ണിൽ പെട്ടത്. ഹരേ കൃഷ്ണ, സിംന എന്ന് പറഞ്ഞിട്ടൊരു കുട്ടിയാണ് ആ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നത്. ആ കുട്ടിയുടെ ആ മെസ്സേജ് കണ്ണിൽ പെട്ടു. അപ്പോൾ
അവരുടെയൊക്കെ ഗുരുവായൂർ പോയപ്പോൾ ഉണ്ടായ ഒരു അനുഭവം കൂടിയാണ് പറഞ്ഞത്. അതിൻ്റെ അടിയിലൊരു പരിഭവമാണോ തെറ്റിദ്ധാരണയാണോ എന്നറിയില്ല, അതും കൂടി ആ കുട്ടി എഴുതിയിരുന്നു. കാരണം നമ്മളുടെ കൊച്ചു അനുഭവങ്ങളൊക്കെ പറഞ്ഞാൽ സുദർശനാമ്മ അതൊന്നും ലൈവിൽ പറയില്ല, ഇങ്ങനെ കഥ പറയുമ്പോൾ അതൊന്നും പറയില്ല എന്ന് ഒരു കൊച്ചു പരിഭവമാണോ എന്ന് തോന്നി എനിക്ക്. പറയാൻ എനിക്ക് യാതൊരു മടിയില്ല കേട്ടോ. ആരുടെ അനുഭവം വേണമെങ്കിലും കിട്ടിയാലും എനിക്ക് പറയാൻ സന്തോഷമേ ഉള്ളൂ. കാരണം ഗുരുവായൂരപ്പനെ അനുഭവിച്ചവരാണ് അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നത്. അത് കുറേ പേരിലേക്ക് പങ്കുവച്ച് കൊടുക്കാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ ഒരാൾ നമ്മളോട് ഒരനുഭവം പറഞ്ഞാൽ ഞാനത് ആദ്യമൊക്കെ കിട്ടിയ ഉടനെ എല്ലാവർക്കും പങ്കുവയ്ക്കാറുണ്ടായിരുന്നു. അവരുടെ ചിലപ്പോൾ വോയിസ് മെസ്സേജ് ആണെങ്കിൽ അതുപോലെ, അതല്ലെങ്കിൽ അവർ എഴുതിയിട്ട് അറിയിക്കുകയാണെങ്കിൽ ഞാനിതുപോലെ പറഞ്ഞ് അങ്ങനെ പങ്കുവയ്ക്കാറുണ്ടായിരുന്നു. പിന്നെ അതിനിടയ്ക്ക് അത് കുറച്ച് ബുദ്ധിമുട്ടുകൾ വന്നു. കാരണം നമ്മളതങ്ങനെ പറഞ്ഞ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ ചില അമ്മമാർ വിളിച്ചിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം വിളിച്ചിട്ട് പറഞ്ഞു, ഇതിങ്ങനെ പബ്ലിക്കായിട്ട് കൊടുക്കരുത്, ഞങ്ങളുടെ വീട്ടിലുള്ളവരൊക്കെ ഞങ്ങളെ ചീത്ത പറയുകയാണ്, ഇതിങ്ങനെ അതുപോലെ ഓരോരുത്തരുടെ അനുഭവങ്ങൾ വിറ്റ് ഞാൻ കാശാക്കുകയാണ് എന്നൊക്കെയുള്ള പരാതികളുണ്ടായി. എനിക്കതെന്താ അതിനൊക്കെ ഒരു ഉത്തരം പറയേണ്ടതെന്ന് അറിയണില്ല. അങ്ങനെ ധനസമ്പാദനത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ ശരിക്കും ഇതിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്ന് ഇത് പറയുന്നത് പോലെ അങ്ങനെയൊക്കെ ചെയ്ത് ഇതിൻ്റെ എല്ലാ നിയമവശങ്ങളൊക്കെ നോക്കിയിട്ട് ധാരാളം പണം സമ്പാദിക്കാൻ പറ്റണതൊക്കെ ഉണ്ട്, പറ്റുകയും ചെയ്യും. അത് പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഈ ആധ്യാത്മിക വിഷയത്തിൽ അത്രയും ഉണ്ടാക്കാൻ പറ്റുമോയെന്ന് എനിക്ക് സംശയമുണ്ട്. മറ്റുള്ള കാര്യങ്ങളൊക്കെ ആകുമ്പോഴാണ് കൂടുതൽ ഉണ്ടാവുക. കാരണം ആധ്യാത്മിക വിഷയത്തിൽ കൂടി വന്നാൽ എത്ര പേര് കാണും എന്നുള്ളത് ഒരു 6000-7000 പേര് കാണുമായിരിക്കും. അങ്ങനെയൊക്കെ ചെയ്താൽ അത്രയേ ഉള്ളൂ. മറ്റതൊക്കെ ആകുമ്പോഴാണ് ധാരാളം പേര്, 30,000 പേര്, 40,000 പേര്, 1,00,000 പേരൊക്കെ കാണുന്ന വീഡിയോകളൊക്കെ ഉണ്ട്. ഒരു വീഡിയോ തന്നെ അത്രയും കാണുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ അത് അങ്ങനെ ഒരു ഉദ്ദേശമാണ് എന്നുണ്ടെങ്കിൽ ഇതുപോലെയൊന്നല്ലായിരുന്നു ഇത്. ഇപ്പോഴും ഞാൻ പറയട്ടെ, ഉള്ളിലുള്ളൊരു സന്തോഷം, ആ ഭഗവാന്റെ കഥ പറയുമ്പോൾ ഒരു സന്തോഷം, അത് കേട്ടിരിക്കുന്നവരുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു സന്തോഷം, അതിനെ മാത്രം മുൻനിർത്തിയിട്ടാണ് അവിടെ പറയണത്. അല്ലാണ്ട് എനിക്ക് നിങ്ങളുടെ അനുവാദത്തോടു കൂടിയിട്ട് ആരുടെ അനുഭവ കഥകൾ തന്നാലും ഞാൻ പറയും. സുദർശനാമ്മ അങ്ങനെ പറയില്ല എന്നൊന്നുമില്ലേ. സന്തോഷമാണ് എനിക്ക്. ഗുരുവായൂരപ്പൻ തന്ന ഒരു അനുഭവം അനുഭവിച്ചൊരു വ്യക്തി, അതേ അനുഭവം ലോകത്തിന് മുഴുവനും പങ്കുവയ്ക്കാൻ പറ്റിയ, കൃഷ്ണഭക്തന്മാർക്ക് പങ്കുവയ്ക്കാൻ പറ്റിയ ഒരുപാട് സന്തോഷം തന്നെയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള തെറ്റിദ്ധാരണകളൊന്നും വേണ്ട. അങ്ങനെ ഞാൻ ഇന്ന ആളുടെ പറയുള്ളൂ, ഇന്ന ആളുടെ പറയില്ല എന്നൊന്നുമില്ല. പിന്നെ എന്താ വെച്ചാൽ ആരെങ്കിലുമൊക്കെ വ്യക്തിപരമായിട്ട് അവരോട് ഞാൻ ചോദിക്കും, ഞാനിത് പറഞ്ഞോട്ടെ എന്ന് ചോദിച്ച് അനുവാദമൊക്കെ മേടിച്ചിട്ടേ ഞാനിപ്പോൾ അങ്ങനെ ചെയ്യാറുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ അനുഭവങ്ങളൊന്നും ഇപ്പോൾ ഞാൻ അങ്ങനെ പങ്കുവയ്ക്കാത്തത്. അവരുടെ ഒരു സമ്മതം ഇല്ലാണ്ട് ചെയ്താൽ ഇതുപോലെ. കഴിഞ്ഞ ദിവസം അതുപോലും ഉണ്ടായി. ഒരു സഹോദരന് അസുഖം വന്നിട്ടുള്ള ഒരു കാര്യം പറഞ്ഞിട്ട് ഒരമ്മ എന്നോടത് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മോട് ഞാൻ ചോദിച്ചു, ഞാനിത് നമ്മുടെ പ്രേമ പുഷ്പാഞ്ജലിയിൽ എല്ലാവർക്കും വേണ്ടി പങ്കുവച്ചോട്ടെ എന്ന് ചോദിച്ചു. പങ്കുവച്ചോളാൻ പറഞ്ഞു. അതിന് അടുത്ത ദിവസം അമ്മ കരഞ്ഞിട്ട് എന്നോട് ചോദിച്ചു, സുദർശനാമ്മ ആ വീഡിയോ ഒന്ന് ഡിലീറ്റ് ആക്കിയാൽ ബുദ്ധിമുട്ടുണ്ടോ, ഡിലീറ്റ് ആക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ ഡിലീറ്റ് ആക്കാൻ എന്ത് പറ്റി എന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ ബന്ധുക്കളൊക്കെ എന്നെ ഇങ്ങനെ വഴക്ക് പറയുകയാണ്, ഇതൊക്കെ ലോകത്തിനോട് മുഴുവനും നാട്ടുകാരോട് മുഴുവനും വിളിച്ച് പറയണു എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അവർക്കിതൊന്നും മനസ്സിലാവില്ല. നമ്മൾ ഇത് പങ്കുവയ്ക്കുമ്പോൾ ഉണ്ടാവണ അനുഭവങ്ങൾ, പങ്കുവയ്ക്കുമ്പോൾ ഉണ്ടാവണ ആ ഒരു സന്തോഷം, ആ ഒരു കൃഷ്ണാനുഭവം പങ്കുവയ്ക്കുമ്പോൾ തന്നെ അതൊരനുഭവമാണ്. അതവർക്ക് മനസ്സിലാവണില്ല. അതുകൊണ്ട് ഡിലീറ്റ് ആക്കുന്നുണ്ട് ഞാനത് ഡിലീറ്റാക്കി കളഞ്ഞിരുന്നു. പിന്നീട് പലപ്പോഴും ചോദിച്ചു, ആ ഒരു ഇത് ആർക്കൊക്കെയോ പങ്കുവെച്ച് കൊടുത്തിട്ട് അവർ പിന്നെ അത് ഓൺ ചെയ്യാൻ നോക്കുമ്പോൾ അവർക്ക് കിട്ടണില്ല. അപ്പോൾ എന്നോട് പിന്നീട് പലരും ചോദിച്ചു, ഈ ലിങ്ക് എന്താ കിട്ടാത്തതെന്ന്. അപ്പോൾ ഞാനത് പറഞ്ഞിരുന്നു അവരോടൊക്കെ, അത് ഡിലീറ്റാക്കി ഇങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടെന്ന്. അപ്പം അതുകൊണ്ടാണ് ഞാനിപ്പോൾ അവിടെ പങ്കുവയ്ക്കാത്തത്. പക്ഷേ ധാരാളം പേര് അനുഭവങ്ങൾ പറയുന്നുണ്ട്, അതുകൊണ്ടാണ് അവിടെ പങ്കുവയ്ക്കാത്തത്. തീർച്ചയായിട്ടും ഭഗവാനോട് പറഞ്ഞിട്ട് നിങ്ങൾ പറയുന്ന അനുഭവങ്ങൾ അത്രയും ആ കൃഷ്ണസ്പർശമുള്ള അനുഭവങ്ങളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാനത്
ഭക്തരോട് പറയാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ അങ്ങനെ പറയാൻ. അത് അങ്ങനെ പക്ഷേ എല്ലാവരുടെയും ഇങ്ങനെ അനുവാദത്തോടു കൂടിയിട്ട് വേണം എന്ന് മാത്രം. അപ്പം ഞാൻ വിചാരിക്കുന്നു അത് കേൾക്കേണ്ട ആൾ കേട്ട് കഴിഞ്ഞിട്ടുണ്ടാവും, അതുകൊണ്ടാവും അതൊക്കെ ഡിലീറ്റ് ചെയ്യേണ്ടി വന്നത്. ആർക്കെങ്കിലും ഒരാൾക്ക് വേണ്ടിയിട്ടാവും ഈശ്വരൻ അത് നമ്മളെ കൊണ്ട് പറയിപ്പിച്ചത്. അത് കഴിഞ്ഞപ്പോൾ അതങ്ങോട്ട് പോയി, അത്ര തന്നെയുള്ളൂ. കിട്ടേണ്ട ആൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് ഇല്ലാണ്ടായി. ഇപ്പം എല്ലാ കാര്യവും അങ്ങനെയാണല്ലോ, ഉണ്ടാവണോ നിലനിൽക്കണോ ഇല്ലാണ്ടാവണോ എന്ന് പറയുന്ന പോലെ അത് ഇല്ലാണ്ടായി. അതിലത്ര സങ്കടമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ സിന്ന പറഞ്ഞ ആ ഒരു അനുഭവം ഞാനിവിടെ ആ വാക്കുകൾ ഇങ്ങനെ ടൈപ്പ് ചെയ്തിട്ടാണ് എനിക്ക് അയച്ചത്. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. സിന്ന പറയണ വാക്കുകൾ: കൃഷ്ണൻ്റെ കൂടെ കൂടിയിട്ട് എന്താ കിട്ടിയത് എന്ന് ചോദിച്ചാൽ എന്തിനേയും നേരിടാനുള്ള മനോബലം, അതാണ് ഏറ്റവും വലിയ കൃഷ്ണാനുഭവം എന്നാണ് പറയുന്നത്. ഏറ്റവും വലിയ കൃഷ്ണാനുഭവം ഉണ്ടായത് ഏതൊന്നെ പ്രതിസന്ധികൾ വന്നാലും നേരിടാനുള്ള കരുത്ത്, അതാണ് ഏറ്റവും വലിയ കൃഷ്ണാനുഭവം എന്ന് പറയണം. അപ്പോൾ അതുപോലെ കൊച്ചു കൊച്ചു അനുഭവങ്ങൾ പകർന്നു തന്നിട്ട് ഭഗവാൻ ഞാൻ കൂടെയുണ്ട്, ഞാൻ എന്താ കൈപിടിച്ച് കൂടെയുണ്ടെന്ന് ഉറപ്പ് വരുത്തുന്ന അനുഭവങ്ങളുണ്ട്. അതിലെ ഒരു അനുഭവം 3 വർഷം മുമ്പുണ്ടായ ഒരു അനുഭവം പങ്കുവയ്ക്കുകയാണ്. നിർമാല്യം തൊഴാൻ വേണ്ടിയിട്ട് ഗുരുവായൂർ പോയ ഒരനുഭവം. അപ്പോൾ അങ്ങനെ എപ്പോഴും ഗുരുവായൂർക്ക് പോകാറുണ്ടായിരുന്നു, നിർമാല്യം തൊഴുതു വരാറുണ്ടായിരുന്നു. അങ്ങനെ ഒരിക്കൽ പോയപ്പോൾ അവിടെ നീണ്ട ക്യൂ ആയിരുന്നു. അപ്പോൾ കണ്ണനെ കാണാൻ ഇങ്ങനെ കാത്തു നിൽക്കണ സമയത്ത് നാമം ജപിച്ചുകൊണ്ടാണ് കാത്തു നിൽക്കുക. വിഷ്ണു സഹസ്രനാമം, ജ്ഞാനപ്പാന, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പാരായണം ചെയ്തുകൊണ്ടാണ് കാത്തു നിൽക്കാറുള്ളത്. അപ്പോൾ ചിലപ്പോൾ കുറേ നേരം കാത്തു നിൽക്കണമെങ്കിൽ ഇത് രണ്ടൊക്കെ പാരായണം ചെയ്തൊക്കെ കഴിയുമ്പോഴേക്കും ഒക്കെ ചിലപ്പോൾ എത്തും. ചിലപ്പോൾ പിന്നെയും നാമം ജപിക്കേണ്ടി വരും. അങ്ങനെയുള്ള അനുഭവങ്ങൾ. അപ്പോൾ ആ ജപമാല കൊണ്ടുപോകും. ജപമാലയിൽ ധാരാളം മാല ജപിക്കും. അങ്ങനെയുള്ള സമയത്ത് അങ്ങനെ എപ്പോഴും ഇങ്ങനെ ഒരു ദിവസം ജ്ഞാനപ്പാനിയാണ്, ഈ ഒരു പറഞ്ഞ ദിവസം ജ്ഞാനപ്പാനിയാണ് വായിച്ചത്. അപ്പോൾ അതിങ്ങനെ വായിച്ചുകൊണ്ടേ നടക്കുകയാണ്. അപ്പോൾ ക്യൂ ഇങ്ങനെ പോണേനിടയ്ക്ക് ഇതിങ്ങനെ വായിച്ചുകൊണ്ട് നടക്കുമ്പോൾ ആ സെക്യൂരിറ്റി പറഞ്ഞു, അത്ര നിലത്ത് നോക്കി നടക്കും അല്ലെങ്കിൽ തട്ടി തടഞ്ഞു വീഴുന്നു പറഞ്ഞു. അപ്പോൾ പറഞ്ഞില്ല, ഞാൻ എവിടെയാണ് നോക്കണേ, ദൃഷ്ടി ഗുരുവായൂരപ്പനിലാണ്, എൻ്റെ കൈ പിടിച്ചിരിക്കേണ്ട ആരാ, ഗുരുവായൂരപ്പനാണ്. അപ്പം ഞാൻ തട്ടി തടഞ്ഞു വീഴില്ല എന്ന് മറുപടിയും കൊടുത്തിട്ടാണ് നടന്നത്. അങ്ങനെ അപ്പോൾ വായിക്കാനൊന്നും അങ്ങനെ കണ്ണട ഉപയോഗിക്കില്ല എന്ന് തോന്നുന്നു. വായിക്കുന്ന സമയത്തൊന്നും കണ്ണട ഉപയോഗിക്കില്ല. ദൂരദൃഷ്ടിക്കാണ് കണ്ണട വേണ്ടതെന്നാണ് എനിക്ക് ഇത് വായിച്ചപ്പോൾ മനസ്സിലായത്. അങ്ങനെ ധൃതിയിൽ പോന്നപ്പോൾ കണ്ണട എടുത്തില്ല എന്ന് പറയണ്ട. അപ്പോൾ എനിക്ക് തോന്നുന്ന പുസ്തകം വായിക്കാനൊന്നും ചിലവർക്ക് അങ്ങനെയുണ്ട്. പുസ്തകം വായിക്കാനൊന്നും അങ്ങനെ അടുത്ത് പിടിച്ച് വായിക്കുമ്പോൾ കണ്ണട വേണ്ട, ദൂരദൃഷ്ടിക്ക് കണ്ണട വേണം. അപ്പോൾ ഭഗവാനെ ശരിക്കും കാണാൻ പറ്റില്ലല്ലോ. പെട്ടെന്ന് അങ്ങോട്ട് മാറുകയും ചെയ്യും. അവിടെ ചെല്ലുമ്പോൾ മാറും എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നീക്കും. അപ്പോൾ സൂക്ഷിച്ച് നോക്കി കാണാനുള്ളൊരു സമയമൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഭഗവാനെ കാണാൻ പറ്റില്ലല്ലോ എന്നിങ്ങനെ ആലോചിച്ച് സങ്കടപ്പെട്ടു. ഭഗവാനെ കഷ്ടമായി, കണ്ണട എടുക്കാൻ പറഞ്ഞു. നമുക്ക് അതിലതൊരു സങ്കടമല്ലേ. പിന്നെ അലങ്കാരങ്ങളൊന്നും ഇല്ലാണ്ട് ഇരിക്കുന്ന സമയമാവും രാവിലെ ആവുമ്പോൾ. കാരണം ആ കൃഷ്ണശീല മാത്രമല്ലേ കാണുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും കണ്ണടയില്ലെങ്കിൽ ഒരു പക്ഷേ കണ്ണിന് കുഴപ്പമുള്ളവർക്ക് കാണാൻ സാധിച്ചു എന്ന് വരില്ല. അപ്പോൾ കണ്ണനെ കാണാൻ സാധിക്കില്ല എന്നുള്ളൊരു വിഷമം തന്നെയായിരുന്നു. അങ്ങനെ ശ്രീലകത്തിലൂടെ ക്യൂ ഇങ്ങനെ മുന്നോട്ട് പോയി. ആ സിംന മുന്നിലെത്തിയ സമയത്ത് ആ ഭക്തന്മാർ വെച്ച നെയ്യ്, മാല, അതൊക്കെ ഇങ്ങനെ സെക്യൂരിറ്റി അവിടെ ഇങ്ങനെ നടക്കൽ കൊണ്ട് ഇങ്ങനെ സമർപ്പിക്കുമ്പോൾ അതൊക്കെ ഇങ്ങനെ മാറ്റുകയാണ് ചെയ്യണേ. അങ്ങനെ മാറ്റണതിൻ്റെ ഇടയ്ക്ക് ഒരിക്കലിതാ ആരുടെയോ കയ്യിലുണ്ടായ ആ തട്ടം താഴെ വീണിട്ട് അതിലുണ്ടായ നെയ്യ് താഴേക്ക് വീണുപോയി. താഴേക്ക് വീണ് പോയപ്പോൾ അവിടെ സെക്യൂരിറ്റിക്കാരൊക്കെ വന്നിട്ട് അതൊക്കെ വൃത്തിയാക്കാനുള്ള തിരക്കിലാണ്. അപ്പം മുമ്പിലേക്ക് കടക്കാൻ സാധിക്കില്ല, അവിടെ തന്നെ നിൽക്കാൻ പറഞ്ഞു, വഴിക്ക് വീഴില്ല അത് കാരണം കൊണ്ട്. അപ്പോൾ ആ സമയത്ത് സിംന നടക്കൽ തന്നെയാണ്. ആ കണ്ണനെ നല്ലോണം കണ്ട് സുഖമായിട്ട് കുറച്ചധികം സമയം നോക്കി നിന്നാൽ നമുക്ക് എത്ര കണ്ണടയില്ലെങ്കിൽ ആ കാണൂലോ. അങ്ങനെ സുഖമായിട്ട് കാണാൻ പറ്റി. പക്ഷേ അതിലും കാണാണ്ടിരിക്കണ അത്രയും സുഖമായിട്ട് കാണാൻ പറ്റുമോ ചോദിച്ചാൽ കാണാൻ പറ്റി. പിന്നെയും കാണാൻ പറ്റാണ്ടായി. ഇത്രയും കണ്ണുനീരും നിറഞ്ഞ് വന്നൊഴുകിയിട്ട് ആ ഭഗവാനെ കാണാൻ പറ്റാണ്ടായി. അത്രയും ആനന്ദത്തോടു കൂടിയിട്ടാണ് ഭഗവാനെ കണ്ടത് എന്ന് പറയുന്നു. അപ്പോൾ ആ കണ്ണൻ്റെ
എല്ലാം അറിയുന്ന കണ്ണൻ്റെ മുമ്പിൽ പരാതിയും പരിഭവവും ഇല്ലാതെ ഒന്ന് കണ്ടാൽ മതി എന്ന് മാത്രം പറഞ്ഞ് സങ്കടപ്പെട്ടത് മാത്രമേ ഉള്ളൂ. അപ്പോഴേക്കും ഇതാ ഇത്രയും അവിടെ മതിയായോ മതിയായോ എന്ന് കണ്ണൻ ചോദിക്കുന്ന പോലെ ധാരാളം നേരം ആ മുന്നിൽ നിന്നിട്ട് ആ കണ്ണനെ കാണാനായിട്ട് സാധിച്ചു എന്ന് പറയണു. അന്ന് തൊട്ടിട്ട് ഇന്ന് വരെയും ഞാൻ എൻ്റെ ഒരു ആവശ്യവും പറഞ്ഞിട്ട് കണ്ണൻ്റെ മുമ്പിൽ ചെന്നിട്ടില്ല. തരുന്നത് എന്തായാലും സന്തോഷമായാലും വേണ്ടില്ല, സങ്കടമായാലും വേണ്ടില്ല, എന്ത് ദുരിതാനുഭവങ്ങളായാലും വേണ്ടില്ല, അതൊക്കെ സന്തോഷത്തോടു കൂടിയിട്ട് തന്നെ സ്വീകരിക്കും. ഭഗവാന്റെ പ്രസാദമായിട്ട് ചേർത്ത് പിടിക്കാൻ എപ്പോഴും ഞാനുണ്ടെന്ന് അന്ന് കണ്ണൻ എന്നോട് പറഞ്ഞതാണ്. അതിലും വലുതായിട്ട് എന്താണ് കിട്ടാനുള്ളത്? അതിലും വലിയ ഒരു അനുഗ്രഹവും എനിക്ക് ഭഗവാനിൽ നിന്ന് കിട്ടാനില്ല, അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയണു. അങ്ങനെയാണ് പിന്നെ പറഞ്ഞത്. സുദർശനാമ്മയുടെ ലൈവിൽ പലരും പറഞ്ഞ് അനുഭവങ്ങൾ കൊടുത്താലും പറയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കെന്തോ ഇത് പറയണമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് കൃഷ്ണാനുഭവം ആണോ എന്ന് ചോദിച്ചാൽ കണ്ണനെ സ്നേഹിക്കുന്നവർക്ക് ഇത് വലിയൊരു അനുഭവം തന്നെയാണ്. അല്ലാത്തവർക്കത് കേട്ടാലൊന്നും തോന്നില്ല എന്ന് ഇങ്ങനെ ഇതാ ഭഗവാന്റെ ആ ഒരു അനുഭവം സിംന പങ്കുവച്ചു. എല്ലാവർക്കും അത്ര അത്ഭുതമായിരുന്നു. സിംനയ്ക്ക് എത്ര നേരമാണ് അവിടെ നിന്ന് ഭഗവാനെ കാണാൻ പറ്റിയതെന്ന് കൂടെ നിന്നവരൊക്കെ എങ്ങനെ അത്ഭുതത്തോടു കൂടി പറയണു എന്നൊക്കെയുള്ള അനുഭവങ്ങളാണ് ആ കുട്ടി പങ്കുവച്ചത്. അപ്പോൾ അത് ഞാനിതാ പറയണു. ലൈവൊക്കെ സ്ഥിരമായിട്ട് കേൾക്കുന്ന സിംന ഇതും കേൾക്കും എന്നാണ് എനിക്ക്. കാരണം കേൾക്കാനായിട്ടുണ്ടെങ്കിൽ ഭഗവാൻ അത് കേൾപ്പിച്ചോളൂ, അങ്ങനെയാണല്ലോ. അപ്പം അത് ഇതാ എല്ലാവരുടെയും മുമ്പിൽ പങ്കുവയ്ക്കുകയാണ്. ശരിക്കും മറ്റുള്ളവർക്കൊക്കെ കേൾക്കുമ്പോൾ ഇതൊരു നിസ്സാര അനുഭവമാണെന്ന് തോന്നും. പക്ഷെ എനിക്കും ഇതുപോലെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാണാൻ കൊതിച്ച് ചെന്നിട്ട് കണ്ടു മതിയാവണില്ലല്ലോ ഭഗവാനെ എന്ന് പറഞ്ഞ് നിൽക്കുന്ന അവസരത്തിൽ പെട്ടെന്ന് അവിടെ ചങ്ങലയിട്ടിട്ട് അവിടെ നിർത്തും. എന്നിട്ട് മേൽശാന്തിക്ക് ഇറങ്ങാനും കയറാനും നേദ്യം വയ്ക്കാനൊക്കെയുള്ള സമയമായിരിക്കും. അപ്പോൾ അവിടെ നിന്ന് ധാരാളം സമയം ഭഗവാനെ തൊഴാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് ഏറ്റവും വലിയൊരു കൃഷ്ണാനുഭവം തന്നെയാണ്. അത് അനുഭവിച്ചവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. അങ്ങനെയുള്ള ആ അനുഭവം ഭഗവാന്റെ പാദത്തിൽ സിംന സമർപ്പിച്ച പ്രേമ പുഷ്പാഞ്ജലിയായിട്ട്, അക്ഷര പുഷ്പാഞ്ജലിയായിട്ട് ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കണം. പിന്നെ അടുത്തത് ഒരു കാര്യം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസം ഞാനൊരു നാമത്തിൻ്റെ 4 വരി പറഞ്ഞായിരുന്നു. അപ്പോൾ അവന് എന്തു രസമുള്ള നാമമാണ്, ഞങ്ങളിതുവരെ കേട്ടിട്ടില്ല. സപ്താഹങ്ങൾക്കൊന്നും ഞങ്ങൾക്ക് പോകാൻ സാധിച്ചിട്ടില്ല. സപ്താഹത്തിൽ ഒരു തവണയെങ്കിലും സപ്താഹം കേൾക്കണമെന്നുണ്ട്. അമ്മ പറഞ്ഞ് കൊതിച്ചിരിക്കുകയാണ്. സപ്താഹം കേൾക്കാൻ പോലും സാധിച്ചിട്ടില്ല. ആ കീർത്തനമൊന്നും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് മുഴുവൻ പാടുമോ എന്ന് ചോദിച്ചു. അങ്ങനെ 3-4 പേര് അന്വേഷിച്ചു മുഴുവൻ പാടുമെന്ന്. അന്ന് എനിക്ക് അതിൻ്റെ വരികളൊന്നും അറിയണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോഴാണ് അവിടെ നോക്കിയപ്പോൾ, കാരണം ഇത് സുഹൃതം എന്നുള്ള പുസ്തകത്തിലുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ ആ സുഹൃതം എന്നുള്ള പുസ്തകത്തിൽ ധാരാളം കീർത്തനങ്ങളുണ്ട്. സുഹൃതം എന്നുള്ള പുസ്തകത്തിൽ മണിവർണ്ണൻ തിരുമേനിയുടെ കയ്യിൽ നിന്നാണ് ഈ സുഹൃതം എന്നുള്ള പുസ്തകം കിട്ടിയത്. ധാരാളം ഒരു കീർത്തനങ്ങളുള്ള മനോഹരമായിട്ടുള്ളൊരു പുസ്തകമാണ് സുഹൃതം. അപ്പോൾ ആ സുഹൃതത്തിലുണ്ടെന്നറിയാം. അപ്പോൾ അതുകൊണ്ട് ആ സുഹൃതം കൊണ്ട് തന്നെ അത് വായിക്കുകയാണ്. ഇവിടെ ചൊല്ലാൻ എനിക്ക് അത്ര നന്നായിട്ട് സപ്താഹവേദികളിൽ ആചാര്യന്മാർ ചൊല്ലുന്ന അത്രയ്ക്കുള്ള ആ ഭംഗിയിലൊന്നും പാരായണം ചെയ്യാനോ ഇത് കീർത്തിക്കാനോ ഒന്നും അറിയില്ല. പക്ഷേ എനിക്കും ഒരുപാട് ഇഷ്ടമാണ്. ആദ്യം ചൊല്ലാതിരുന്ന് ഇപ്പോൾ ഒരുപാട് ഇഷ്ടമായിട്ടുള്ള ഈ കീർത്തനം ഞാനും ആ ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കുകയാണ്. ഇത് ചോദിക്കാൻ തോന്നിയത് തന്നെ ആ ഭഗവാന്റെ കാരുണ്യം, അവരുടെ ഉള്ളിലിരുന്ന് ഈശ്വരൻ തന്നെയാണിത്. കാരണം എന്നെക്കൊണ്ട് ഇത് വായിപ്പിക്കണം എന്ന് ഭഗവാന്റെ ഒരു ഇച്ഛയായിരിക്കും. അപ്പോൾ അതും കൂടെ പാരായണം ചെയ്തിട്ട് നമ്മൾ സാധാരണ പാരായണം ചെയ്യാറുള്ള ശ്രീകൃഷ്ണ കഥാമൃതം പാരായണം ചെയ്യാം. ഇതും കൂടിയും കഴിഞ്ഞിട്ട് അത് ചെയ്യാം. എല്ലാവരും നാമം ജപിക്കാൻ റെഡിയല്ലേ? നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ
നാരായണ ഹരേ നാരായണ ഹരേ. നാവു കുഴയാതെ നാമം ജപിക്കുവാൻ സാധിച്ചിടേണമേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ. മോഹം പലതുമേ സാധിച്ചിടാതെ താൻ ദേഹം ക്ഷയിച്ചൊരു വൃദ്ധനായി തീർന്നു ഞാൻ. ദണ്ഡവും വന്നു പിടിപെട്ടുവല്ലാതെ ദണ്ഡിച്ചു കൊണ്ടു കിടക്കുന്ന വേളയിൽ നാവു കുഴയാതെ നാമം ജപിക്കുവാൻ സാധിച്ചിടേണമേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ. മെയ്യു തളർന്നോ വിവശനായൊന്നുമേ ചെയ്യുവാൻ വയ്യാതെ കൈകാൽ കുഴഞ്ഞു ഞാൻ. മാലിന്യമേറ്റാമിയെന്നൊരു ശയ്യയിൽ മാലാണ്ടുകൊണ്ടു കിടക്കുന്ന വേളയിൽ നാവു കുഴയാതെ നാമം ജപിക്കുവാൻ സാധിച്ചിടേണമേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ. ഒന്നു ചെരിഞ്ഞു കിടക്കുവാനും കാൽകളൊന്നു മറിച്ചു വയ്ക്കാനും വിഷമമായി സന്ധിബന്ധങ്ങൾ കുഴഞ്ഞു വശം കെട്ടു സന്ധിയിൽ പെട്ടു വലയുന്ന വേളയിൽ നാവു കുഴയാതെ നാമം ജപിക്കുവാൻ സാധിച്ചിടേണമേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ. കയ്യിലും കാലിലും നീരുവിങ്ങി ചോരമെയ്യിലില്ലാതെ വിളർത്തൊരീ ദേഹിയെ മോഹമെന്തെന്നാലതു കൊടുക്കാൻ വിധിച്ച ഹന്ത വൈദ്യനും കൈവിട്ട വേളയിൽ നാവു കുഴയാതെ നാമം ജപിക്കുവാൻ സാധിച്ചിടേണമേ നാരായണ ഹരേ 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 നാരായണ ഹരേ. ഒന്നിനും കൊള്ളാത്തതോർത്താലറയ്ക്കുന്നതെന്നും മലമാണ്ടതേറ്റവും ദുഃഖദം. എന്നാലും ഈയുടൽ കൈവെടിയാനായി മടിച്ചെന്നുടെ മാനസം മാഴിടും വേളയിൽ നാവു കുഴയാതെ നാമം ജപിക്കുവാൻ സാധിച്ചിടേണമേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ. മാരകാവ്യാധികളൊന്നിച്ചു ചേർന്നധീകാരമെന്മയിൽ നടത്തി തുടങ്ങവേ ചൊല്ലാൻ കഴിയാത്ത ദണ്ഡങ്ങളും കൊണ്ടു വല്ലാതെ ഞാൻ വിഷമിക്കുന്ന വേളയിൽ നാവു കുഴയാതെ നാമം ജപിക്കുവാൻ സാധിച്ചിടേണമേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ
തെല്ലുമേ മാംസവും മേധസ്സുമില്ലാതെ എല്ലും തൊലിയുമായി തീർന്നൊരു മെയ്യുമായി കണ്ടാലൊരു തനിപ്രേതം കണക്കിനെ നീണ്ടു നിവർന്നു കിടക്കുന്ന വേളയിൽ നാവുകുഴയാതെ നാമം ജപിക്കുവാൻ സാധിച്ചിടണമേ. നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ. എക്കീ വലിച്ചുകൊണ്ടുള്ള വയാറും എല്ലൊക്കെയുന്തി നിൽക്കുന്നൊരുടലുമായി തോലിൽ പൊതിഞ്ഞോരോ അസ്ഥികൂടം പോലെ കാലുകൾ നീട്ടിത്തുടങ്ങുന്ന വേളയിൽ നാവുകുഴയാതെ നാമം ജപിക്കുവാൻ സാധിച്ചിടണമേ. നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ. 100,000 കാരമുള്ളു തറച്ചതിയിലേറെ ഞാൻ ദണ്ഡിച്ചുകൊണ്ടു കിടക്കവേ ദേഹത്തിൽ നിന്നും ഈ ജീവചൈതന്യത്തെ മഹാനിളക്കി വലിക്കുന്ന വേളയിൽ ചുണ്ടുകൾ രണ്ടും കിഴിഞ്ഞുന്തി കൺകൾ രണ്ടും കുഴഞ്ഞുപോയി വായപാതി തുറന്നു ഞാൻ കണ്ടാൽ വികൃതമാം രൂപമാണ്ടും കൊണ്ടു നീണ്ടു നിവർന്നു വലിക്കുന്ന വേളയിൽ നാവുകുഴയാതെ നാമം ജപിക്കുവാൻ സാധിച്ചിടണമേ. നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ. തീയിലൂതിപ്പഴുപ്പിച്ചു കമ്പികൾ മെയ്യിലടിച്ചു കയറ്റുന്ന പോലൂർധനം ദേഹത്തിലാകവേയുള്ളൊരീ പ്രാണനെ ദേഹത്തിൽ നിന്നു വിടർത്തുന്ന വേളയിൽ നാവുകുഴയാതെ നാമം ജപിക്കുവാൻ സാധിച്ചിടണമേ. നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ. എല്ലാം വെടിഞ്ഞിട്ടു പോകേണ്ടതായൊരു വല്ലാത്ത ഘട്ടം എല്ലാവർക്കും ഭയങ്കരം. എല്ലാം വെടിഞ്ഞിട്ടു പോകേണ്ടതായൊരു വല്ലാത്ത ഘട്ടം എല്ലാവർക്കും ഭയങ്കരം. നാട്ടുകാർ വീട്ടുകാർ കൂട്ടുകാരൊക്കെയും വീട്ടുകാർ കൂട്ടുകാരൊക്കെയും വിട്ടു പിരിയുന്നൊരാ ദുഃഖവേളയിൽ നാവുകുഴയാതെ നാമം ജപിക്കുവാൻ സാധിച്ചിടണമേ. നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ. എത്രയും ദുർവൃത്തനായോ രജാമിളൻ എത്രയും ദുർവൃത്തനായോ രജാമിളൻ പുത്രനെയോർത്തു തൻ പേരൊന്നുരയ്ക്കവേ സത്തമനാക്കിയ ജീവനെ കൈക്കൊണ്ടു കാത്ത നാരായണ കാത്തുകൊള്ളേണമേ. കാത്ത നാരായണ കാത്തുകൊള്ളേണമേ. നാവുകുഴയാതെ നാമം ജപിക്കുവാൻ സാധിച്ചിടണമേ. നാരായണ ഹരേ 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 നാരായണ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ
രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ശ്രീഹരയേ നമ ഹരേ ഗുരുവായൂരപ്പ ശരണം നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ ഗുരുവായൂരപ്പ നാരായണ. ഇന്ന് ഭഗവാൻ പറഞ്ഞ ഒരു ഭാഗം കിട്ടിയിരിക്കുന്നത് നമ്മുടെ ഏകദേശം ശ്രീകൃഷ്ണ കഥാമൃതം ദശമം മുഴുവനും ഇവിടെ സമർപ്പിക്കുകയാണ്. ഇതോടുകൂടിയിട്ട് ദശമം മുഴുവനും ഇവിടെ സമർപ്പിക്കണോ ഈ ഒരു കഥയോട് കൂടിയിട്ട്. പിന്നെ നമുക്ക് ദശമം തൊട്ട് ആദ്യം തൊട്ട് തുടങ്ങണോ, എന്താ വേണ്ടതെന്നുള്ളത് നിങ്ങൾ പറയുന്നത് പോലെ ചെയ്യാം. ശ്രീകൃഷ്ണ കഥാമൃതം വീണ്ടും ദശമം തൊട്ട് തുടങ്ങണമെങ്കിൽ തുടങ്ങാം. ഒരു സന്തോഷമേ ഉള്ളൂ, ഒരു കുഴപ്പമില്ല. ഹരേ ഗുരുവായൂരപ്പ. ത്രിമൂർത്തികൾ വണങ്ങിയിടും കൃഷ്ണന്റെ പരമാത്ഭുതം ചരിത്രമിനിയും കേൾക്കൂ വീണ്ടുമോദി മഹാമുനി. ദ്വാരകാ നഗരത്തിങ്കൽ ഒരു വിപ്രന്റെ ബാലകൻ ജനിച്ച മാത്രയിൽ തന്നെ മരിച്ചാൻ പോലും അത്ഭുതം. മൃതദേഹം മുകുന്ദന്റെ സന്നിധാനത്തിൽ അന്തണൻ കൊണ്ടേ കിടത്തി വിലപിച്ചിടിനാൻ ദീനനീവിധം. രാജാവിൻ ഭരണത്തിൻ്റെ ദോഷം കൊണ്ടാണു നാടിതിൽ ആപത്തുണ്ടായതീവണ്ണം ഇതോർക്കുന്നില്ലൊരുത്തനും. തങ്ങളുടെ പേരിനും സ്ഥാനമാനത്തിനും സുഖത്തിനും ഉടവുമമ്മെട്ടു അതൊന്നാണോർപ്പതേ വരും. പരസങ്കടമോർക്കാതെ സുഖിച്ചിടുമധർമ്മികൾ ഭരിക്കും നാട്ടിലീ മട്ടം. ദുഃഖം ആശ്ചര്യമില്ലതിൽ. പിന്നെ പറയണ കഥകള്, ഭഗവാന്റെ കഥകൾ വീണ്ടും പറയാം, ഞാൻ കേൾക്കൂ എന്ന് പറഞ്ഞിട്ട് ശുകബ്രഹ്മർഷി പറയാണ്. ദ്വാരകയിൽ ദ്വാരകയിൽ ഭഗവാൻ ദ്വാരകയിൽ വസിക്കുന്ന കാലത്ത് ഒരിക്കൽ ഒരു ബ്രാഹ്മണൻ്റെ പുത്രൻ മരിച്ചു. അപ്പോൾ ബ്രാഹ്മണൻ എന്ത് ചെയ്തു, ആ രാജാവിൻ്റെ അവിടെ അടുത്ത് ഭഗവാന്റെ അവിടെ ആ സഭയിൽ ഈ മൃതദേഹം കൊണ്ട് അവിടെ കിടത്തി. എന്നിട്ട് പറഞ്ഞു, രാജാവിൻ്റെ ഭരണത്തിൻ്റെ ദോഷം കൊണ്ടാണ് നാട്ടിൽ രോഗങ്ങളും ദുരിതങ്ങളും ആപത്തും ബാലമരണങ്ങളൊക്കെ നടക്കുക. ആ ഭരണം നന്നായില്ലെങ്കിൽ പല വിധത്തിലുള്ള ദുർനിമിത്തങ്ങൾ കാണും. ആ പ്രജകൾക്കൊക്കെ അത് ദോഷമായിട്ട് തീരും അല്ലേ. ഒരു ഗൃഹത്തിൽ ആ ഗൃഹനാഥൻ ശരിയല്ല എന്നുണ്ടെങ്കിൽ ആ ഗൃഹത്തിൻ്റെ ദുഃഖങ്ങളും ദുരിതങ്ങളൊക്കെ അല്ലേ അനുഭവിക്കേണ്ടി വരികയാണ്. മറ്റുള്ളവർക്കൊക്കെ, എല്ലാവർക്കും ആ ഗൃഹത്തിലുള്ളവർക്കൊക്കെ അനുഭവിക്കേണ്ടി വരില്ലേ. അതുപോലെ രാജ്യം ഭരിക്കുന്നവരുടെ ദോഷം കൊണ്ടാണ് രാജ്യത്തിന് ആപത്തുക്കളെല്ലാം വന്നു ചേരണത്. ആ ആപത്തുക്കൾ അതെന്തുകൊണ്ടാണ്? രാജ്യം ഭരിക്കുന്നവർ അവരവരുടെ സുഖം മാത്രമാണ് വിചാരിക്കുന്നത്. അവരവരുടെ സുഖത്തിനും മറ്റുള്ളവർക്കൊന്നും ഒരു കോട്ടം വരുത്തരുതെന്ന് വിചാരിച്ചിട്ട് ധാരാളം ധനം ഒക്കെ സമ്പാദിച്ച് അവരവരുടെ കീശ നിറയ്ക്കാൻ നോക്കുകയാണ്. അങ്ങനെയാണ് പറയണത്. മറ്റുള്ളവരുടെ ദുഃഖം, മറ്റുള്ളവരുടെ സങ്കടമൊക്കെ ചെന്ന് പറയുമ്പോൾ അതൊന്നും അവർക്കതൊന്നും ഒരു വിലയില്ലാത്ത വിധത്തിലാണ് തട്ടിമാറ്റുക. അങ്ങനെ പരസങ്കടം ഓർക്കാണ്ട് അധർമ്മം മാത്രം ചെയ്യണവരുണ്ടെങ്കിൽ നാട്ടിൽ ദുഃഖവും ദുരിതങ്ങളും ഉണ്ടാവും. അതിലൊട്ടും ആശ്ചര്യമൊന്നുമില്ല എന്ന് പറയണം. ഈ വണ്ണം 5, 6, 7, 8, 9 മന്ദണൻ
അംബോജാക്ഷൻ്റെ മുമ്പാകെ വന്നു മുമ്പത്തെ മാതിരി. അങ്ങനെ ഒരു കുഞ്ഞ് മരിച്ചു, അതിനെ മുമ്പിൽ കണ്ടു നിർത്തിയിട്ട് അതുപോലെയൊക്കെ പറഞ്ഞു. ഇതിനൊക്കെ കാരണം ദ്വാരക ഭരിക്കുന്ന രാജാവായിട്ടുള്ള ആ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ്. പ്രജകളുടെ കാര്യമൊന്നും അന്വേഷിക്കണില്ല, അങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെയും അങ്ങനെ ഓരോ കുട്ടികളുണ്ടായി മരിക്കുമ്പോഴും ഇതൊക്കെ തന്നെയാണ് അദ്ദേഹം അവിടെ വന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ 9 കുട്ടികളും മരിച്ചു. 9ാമത്തെ കുട്ടിയും കൊണ്ട് അവിടെ വന്നിരുന്നു. വിലപിപ്പതു കേട്ടമ്പാൽ വിളിച്ചർജുനനോദിനൻ ശരിയം ക്ഷത്രിയന്മാരല്ലിവരാരും ദ്വിജോത്തമാം. അവിടെ വന്നിട്ട് വീണ്ടും പറയാൻ തുടങ്ങി, എത്ര തവണയായി ഞാൻ വരണു, എൻ്റെ 8 കുട്ടികൾ മരിച്ചു, 9ാമത്തെ കുഞ്ഞാണിത്, എത്രയെങ്കിലും ചെയ്യേണ്ടോ, നിർദ്ദയനല്ലേ ഇവിടുത്തെ രാജാവ്, ഇവിടെയുള്ളവരൊക്കെ ഇങ്ങനെയായി പോയില്ലേ, എന്നെ രക്ഷിക്കാൻ ആരും ഇല്ലാണ്ടായില്ലേ എന്നൊക്കെ ചോദിച്ചതാ. പറയുമ്പോൾ അവിടെ ആരുണ്ടായിരുന്നു? വില്ലാളി വീരനായിട്ടുള്ള അർജുനൻ ഉണ്ടായിരുന്നു. അപ്പം അർജുനൻ പറയണു, ഇവരതിന് ക്ഷത്രിയന്മാരൊന്നുമല്ല, ക്ഷത്രിയന്മാർക്കാണ് ക്ഷത്രവീര്യം ഉണ്ടാവുള്ളൂ, ഇവർക്കൊന്നും അതിനൊന്നും സാധിക്കില്ല. കൊള്ളാവുന്നൊരു വില്ലാളി വീരനില്ലിവിടങ്ങളിൽ ഉണ്ടെങ്കിൽ ഈ വിധം വിപ്രൻ ദുഃഖിപ്പാനിടയാകുമോ? ഇവരെല്ലാവരും സത്രം നടത്തേണ്ടുന്ന വിപ്രരം മഹാന്മാർക്ക് വരും ദുഃഖം കണ്ടറിഞ്ഞതകറ്റുവൻ. ശ്രമിച്ചിടായിൽ ഞാനോതും ക്ഷത്രിയൻ പോലുമല്ലവൻ, വേഷം കെട്ടിവരും രാജാവ അവനേക്കാളും ഉത്തമൻ. അപ്പം പറയണു, ഈ പ്രജകൾക്ക് വരുന്ന ദുഃഖങ്ങളും ദുരിതങ്ങളൊന്നും തീർക്കാൻ പറ്റാത്ത രാജാവല്ല, ഇവരൊക്കെ വല്ലതിക്കലും പോയി നാമം ജപിച്ചിരിക്കേണ്ട ആൾക്കാരാണ്, ഇവിടെ രാജാക്കന്മാരാന്ന് പറഞ്ഞ് കയറിയിരിക്കുകയാണ് എന്നൊക്കെ പറയണു. കുറേ നിന്ദിച്ച വാക്കുകൾ പറയണം. രക്ഷിച്ചു കൊള്ളാം അവിടേക്കടുത്തുണ്ടാം കിടാവിനെ, ഇല്ലെങ്കിൽ പാതകം പോക്കാൻ തീയിൽ ചാടിയിടും അന്നു ഞാൻ. അപ്പോൾ പറഞ്ഞു, അങ്ങേക്ക് ഇനി അടുത്തുണ്ടാവുന്ന ഒരു കുട്ടിയുണ്ടല്ലോ, ആ കുട്ടിയെ ഞാൻ രക്ഷിച്ചോളാം, ഒന്നും സംശയിക്കേണ്ട. അല്ല, അഥവാ എനിക്ക് രക്ഷിക്കാൻ പറ്റില്ല, തീയിൽ ചാടി മരിക്കും എന്നതാ സത്യം ചെയ്യണമെന്ന് പറഞ്ഞു. ബ്രാഹ്മണൻ ചൊല്ലിനാൻ അങ്ങെക്കൊണ്ടിതെങ്ങനെ സാധ്യമാം, ബലനും കൃഷ്ണനും പ്രദ്യുപ്നും ഈ അനിരുദ്ധനും സാധിച്ചിടാത്തതാം കാര്യം ആശിപ്പതു വെറും ഭ്രമം. എന്തിനും മതിയായുള്ളോരിവരേവരും മൊഴിയിൽ അവർക്കാവാത്തതെങ്ങ് എന്ത് ഹരേ കൃഷ്ണ അങ്ങെന്തു മൗഢ്യമാം ചൊൽവതിങ്ങനെ, അവർക്കാവാത്തത് അങ്ങെന്തു മൗഢ്യമാം ചൊൽവതിങ്ങനെ. ഉറക്കേയോദിനാൻ പാർത്ഥൻ അങ്ങേക്കെന്നെ അറിഞ്ഞിടാ, ബലനും കൃഷ്ണനും പ്രദ്യുമ്നും പോലെയല്ല ഞാൻ, ഗാണ്ഡീവിയാം അർജുനനാം കേൾക്കാതാരുണ്ട് പാരിതിൽ. അപ്പോൾ പറഞ്ഞു, ഇതൊക്കെ കേട്ടപ്പോൾ ഞാൻ രക്ഷിച്ചോളാം എന്നൊക്കെ കേട്ടപ്പോൾ ഈ ബ്രാഹ്മണനൊന്ന് ചിരിച്ചു. കഷ്ടം, രക്ഷിക്കാൻ വന്നേക്കണ ഒരാൾ, നിങ്ങളെ കൊണ്ടൊക്കെ ഇത് സാധിക്കുമോ? ബലരാമനും കൃഷ്ണനും പ്രദ്യുമ്നും അനിരുദ്ധനൊന്നും സാധിക്കാത്ത കാര്യം അപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പോണേ? ഇത് നിങ്ങളുടെ വെറും ഭ്രമം മാത്രമാണ്. അതുകൊണ്ട് ഇത് അവരെക്കാളും മികച്ചവരാരും ഇല്ല, ഈ പ്രപഞ്ചത്തിൽ തന്നെ ഇല്ല എന്ന് പറയാം. അവർക്കൊന്നും പറ്റാത്ത കാര്യം നിങ്ങൾ ചെയ്യാമെന്നോ എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഇത് കേട്ടപ്പോൾ ആ അഹംഭാവം അങ്ങോട്ട് വർദ്ധിച്ചു അർജുനൻ്റെ. അതുതന്നെയാണ് കൃഷ്ണൻ്റെ ഉദ്ദേശം. കാരണം ഒന്ന് ചെയ്യണത് മറ്റൊന്നിന് വളമായിട്ട് തീരുക എന്ന് പറയണ പോലെ ഭഗവാന്റെ ഓരോ കാര്യങ്ങൾക്കും ഓരോരോ ഉദ്ദേശങ്ങളുണ്ട്. അതുതന്നെയാണ് ഈ ബ്രാഹ്മണന് ഒരുപാട് കർമ്മപ്രാരാബ്ദങ്ങളും ദുഃഖങ്ങളും ബ്രാഹ്മണ പത്നിക്ക് അനുഭവിക്കേണ്ടതായിട്ടുണ്ട്. ഇതുപോലെ ആ പ്രാരാബ്ദ ദുഃഖങ്ങൾ പുത്രദുഃഖത്തിനേക്കാളും വലിയൊരു ദുഃഖമില്ല എന്ന് പറയും. അപ്പോൾ അതൊക്കെ ആ പുത്രദുഃഖത്തിലൂടെ തീർത്ത് കളയുകയാണ് ചെയ്യണത്. അതുപോലെ അർജുനൻ്റെ അഹങ്കാരം കൂടിയും ശമിപ്പിക്കണം. ഇതെല്ലാം ഭഗവാൻ അറിയാം, ഇപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവാൻ പോണേന്ന്. അർജുനൻ വന്നിട്ട് തിരിച്ചു പോകാൻ പോയതാണ്. അർജുനനോട് പറഞ്ഞ്, എത്ര കാലം നമ്മൾ ഒരുമിച്ച് ജീവിച്ചതാണ് അർജുന, ഇപ്പം ഞാനിങ്ങോട്ട് വന്നതോടുകൂടി നിന്നെ കാണാൻ കിട്ടാണ്ടായല്ലോ, നീ എൻ്റെ ഉറ്റ ചങ്ങാതിയല്ലേ,
വന്ന ഉടനെ എങ്ങനെ അങ്ങോട്ട് പോയാലോ, കുറച്ച് കാലം അവിടെ താമസിച്ചിട്ട് പോവാം എന്ന് പറഞ്ഞിട്ടാണ് ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനനെ അവിടെ പിടിച്ചു നിർത്തിയത്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ ബ്രാഹ്മണൻ വന്ന് ഇതെല്ലാം പറഞ്ഞത്. അപ്പം പറയണു, ഞാൻ കൃഷ്ണനോ ബലരാമനോ പ്രദ്യുമ്നനോ അനിരുദ്ധനോ ഒന്നും അല്ല. ഞാൻ ആരാന്നറിയോ നിങ്ങൾക്ക്? ഞാനാണ് വില്ലാളി വീരനായിട്ടുള്ള അർജുനൻ. എൻ്റെ ഗാണ്ഡീവം കണ്ടുവോ? ഇതിനെ ജയിക്കാൻ ആർക്കും സാധിക്കില്ല. ആ വില്ലാളി വീരനായിട്ടുള്ള അർജുനനാണ് എന്ന് പറയണു. ഞാനൊരു ഞാണലിയിട്ടാൽ യമൻ പോലും ഭയപ്പെട്ട് വരില്ല അവിടേക്ക് എന്ന് പറയാണ്. കിരാതമൂർത്തിയെപ്പോലും സന്തോഷിപ്പിച്ചു പോരിൽ ഞാൻ, ആ മട്ടത്ഭുതമെൻ വീര്യം അവമാനിച്ചു പോകല. ഞാനൊരിക്കലേ ആ മഹാദേവനോട് യുദ്ധം ചെയ്തിട്ട് മഹാദേവൻ എൻ്റെ മുമ്പിൽ തോറ്റുപോയി. അങ്ങനെയുള്ള എൻ്റെ മഹത്വം അങ്ങേക്ക് മനസ്സിലാവാണ്ട് എന്നെ അവഹേളിക്കുകയാണ് എന്ന് ചോദിക്കുന്നു. അപ്പം അങ്ങക്ക് അറിയില്ല എന്നെ എന്ന് പറഞ്ഞു. മൃത്യുവെ പോലും എതിരിട്ടുണ്ണിയെ കൊണ്ടുപോന്നിടും, ഈ വണ്ണം വിശ്വസിപ്പിച്ചു മതിമന്ദിജവീര്യനോ. കൃഷ്ണന്റെ സോദരിതൻ കാന്തനെന്നും മറ്റും നിഗൂഢമായി ചോദിച്ചറിഞ്ഞു ചിലരോടോർത്താൻ ആശ്വാസമാർന്നുടൻ. ഗൃഹത്തിൽ ചെന്നരുളിനാൻ പത്നിയോടു സമസ്തവും, സുഭദ്രയുടെ മാംഗല്യസൂത്രം പോക്കിയിടുവാൻ ഗുരു പ്രഭു അയക്കില്ലെന്നോർത്തുള്ളിൽ മോദമാർന്നു മനസ്സിനി. അപ്പോൾ അവിടെ ചെന്നിട്ട് പറഞ്ഞു, ഞാനിതാ പ്രദ്യുമ്നനല്ല, അനിരുദ്ധനല്ല, ഞാനാണ് ഗാണ്ഡീവധാരിയായിട്ടുള്ള അർജുനനാണ്, വില്ലാളി വീരനായിട്ടുള്ള അർജുനനാണ്. എന്നെ യുദ്ധത്തിൽ ഞാനിതാ ശിവനെ പോലും തോൽപ്പിച്ച ആളാണ് എന്നുള്ളതെല്ലാം പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞ് കഴിഞ്ഞപ്പോൾ അതൊന്നുമല്ല കേട്ടത്. അപ്പോൾ പറഞ്ഞു, മാത്രമല്ല ഞാൻ ആരാന്നറിയോ? ഞാൻ കൃഷ്ണൻ്റെ സഹോദരിയുടെ ഭർത്താവാണ് എന്നും കൂടി പറഞ്ഞു. അപ്പോൾ വിപ്രം പറഞ്ഞു, ശരി, അങ്ങേക്ക് സാധിക്കും, എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് ഞാനിതാ അങ്ങയുടെ വാക്കുകൾ വിശ്വസിച്ച് ഞാൻ തിരിച്ചു പോവുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ ആ മൃതദേഹം എടുത്തിട്ട് തിരിച്ചു പോയി. സാധാരണഗതിയിൽ മൃതദേഹം എടുത്തിട്ട് കരഞ്ഞുകൊണ്ട് തിരിച്ചു വരുന്ന ആൾ കരച്ചിലൊന്നുമില്ല, ശാന്തമായിട്ട് സമാധാനമായിട്ടാണ് ഇല്ലത്തേക്ക് തിരിച്ചു വന്നത്. അപ്പോൾ പത്നിക്കും അത്ഭുതം തോന്നി. ഇത്രയൊക്കെ പുത്രന്മാർ മരിച്ചിട്ടും അദ്ദേഹത്തിൻ്റെ ദുഃഖം കണ്ടറിഞ്ഞിട്ടുള്ളതാണ്. ഇത് എന്താ ഇങ്ങനെ വന്നതെന്ന് പത്നിക്ക് അത്ഭുതമായി. പത്നി അപ്പോൾ ചോദിച്ചു, എന്ത് പറ്റി, അങ്ങേക്ക് ഇന്ന് എന്തൊരു ശാന്തമായിട്ടാണ് ഉണ്ടായത് എന്ന്. പത്നിക്ക് അപ്പോൾ വിചാരിച്ചു, പത്നി ഒന്ന് സംശയിച്ചു, ഈ കൊണ്ടുവരുന്ന കുഞ്ഞിന് ജീവൻ കിട്ടിയോ, തിരിച്ച് കിട്ടിയോ എന്ന് പോലും പത്നി സംശയിച്ചു, അത്രയും ശാന്തമായിട്ടാണ്. അപ്പോൾ പറഞ്ഞു, അതെ, അടുത്ത തവണ കുഞ്ഞുണ്ടാവണേക്കാളും മുമ്പ് വിവരം അറിയിക്കണം, അർജുനൻ കുഞ്ഞിനെ രക്ഷിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ വിപ്രപത്നിയുടെ മുഖം വാടി. അർജുനനോ? ഭഗവാന് പറ്റാത്തത് അർജുനന് പറ്റുമോ? അപ്പോൾ പറഞ്ഞു, അങ്ങേക്ക് എന്താ, അങ്ങേക്ക് ഇങ്ങനെ കുട്ടികൾ ധാരാളം കുഞ്ഞുങ്ങളെ ഇല്ലാണ്ടായിട്ട് അങ്ങേക്ക് മതിഭ്രമം ഉണ്ടായോ? കൃഷ്ണന് സാധിക്കാത്തൊരു കാര്യമാണോ അർജുനന് സാധിക്കണേ എന്ന് ചോദിച്ചപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, സാധിക്കും. ഞാനൊരു കാര്യം മാത്രമാണ്, അർജുനൻ്റെ മഹത്വമോ ശിവനെ ജയിച്ചതോ ഗാണ്ഡീവത്തിലുള്ള അതൊന്നുമല്ല ഞാൻ നോക്കിയത്. മറ്റൊരു കാര്യം എനിക്ക് അറിഞ്ഞു. അതെന്താണെന്നറിയോ? ഈ അർജുനൻ കൃഷ്ണൻ്റെ സഹോദരിയുടെ ഭർത്താവാണ്. അപ്പം അതുകൊണ്ട് ആ സഹോദരിയുടെ മാംഗല്യസൂത്രം സുഭദ്രയുടെ താലി അറുക്കാനായിട്ട് കൃഷ്ണന് ഒരിക്കലും ഇടവരുത്തില്ല. അപ്പം അതുകൊണ്ട് ഈ അർജുനൻ നമ്മുടെ പുത്രനെ രക്ഷിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്ന് ഭഗവാൻ ബ്രാഹ്മണൻ പറയുകയാണ്. അത് കേട്ടപ്പോൾ ആ ബ്രാഹ്മണ പത്നിക്ക് സന്തോഷമായി. അടുത്ത ഉണ്ണിയെങ്കിലും നമുക്ക് കിട്ടൂലോ എന്ന് സന്തോഷമായി. ഗൃഹത്തിൽ ചെന്നരുളിനാൻ പത്നിയോട് സമത്വവും, സുഭദ്രയുടെ മാംഗല്യസൂത്രം പോക്കിയിടുവാൻ പ്രഭു അയക്കില്ലെന്നോർത്തുള്ളിൽ മോദമാർന്നു മനസ്സിനി. പ്രസൂതികാലം വന്നോതും മന്ദണേന്ദ്രന്റെ കൂടവേ ഗാണ്ഡീവം വില്ലെടുത്തിടെ ചോദിച്ചാൻ അംബുജക്ഷണൻ, തേർത്തളിപ്പതിനോ മറ്റോ പാർത്ഥ, ഞാനും വരേണ്ടയോ? അങ്ങനെ ആ ബ്രാഹ്മണ പത്നി വീണ്ടും ഗർഭിണിയായി, പ്രസവകാലമൊക്കെ അടുക്കാറായി. അപ്പോൾ വേഗം ബ്രാഹ്മണൻ വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ
പ്രസവകാലമൊക്കെ അടുക്കാറായി എന്ന് പറഞ്ഞു. അങ്ങനെ എന്നാൽ ശരി ഞാനും വരാം എന്ന് പറഞ്ഞതാ ഗാന്ധീവൊക്കെ എടുത്ത് മഹാദേവൻ്റെ മുമ്പിൽ പ്രാർത്ഥിച്ച് നമസ്കരിച്ച് ഒക്കെ ഗാന്ധീവൊക്കെ എടുത്തിട്ട് യാത്ര തുടരുകയാണ്. അപ്പോൾ ഭഗവാൻ ചോദിച്ചു, അല്ല അർജുന, ഇതിപ്പോൾ എങ്ങടാ പോണത് എന്ന് ചോദിച്ചു. ഞാനൊരു ഇടം വരെ പോയിട്ടിപ്പോൾ വരാം. അപ്പോൾ പാർത്ഥ എന്ന് തന്നെ വിളിച്ചു. കാരണം പാർത്ഥൻ്റെ സാരഥിയാണ് ഭഗവാൻ അല്ലേ. നമ്മളൊക്കെ പാർത്ഥന്മാരാണ്. നമ്മുടെയൊക്കെ സാരഥി ആരാ? ഗുരുവായൂരപ്പനാണ് അല്ലേ. ഗുരുവായൂരപ്പൻ സാരഥിയാണെന്ന് ഓർക്കാണ്ട് ഗുരുവായൂരപ്പനെ കൂടെ കൂട്ടാണ്ട് എങ്ങനെയെങ്കിലും പോയാൽ അവിടെയൊക്കെ ഓരോരോ ദുരിതങ്ങൾ വന്നു ചേരുകയാണ്. അപ്പോൾ അതുകൊണ്ട് ആ പാർത്ഥൻ ആണ് ഞാൻ എന്നുള്ള അർത്ഥത്തിൽ, അതേ ദൂരമുണ്ടോ പോവാനായിട്ട്? തേരിലാണോ പോണത്? തേർ തെളിക്കാൻ ഞാൻ വേണമെങ്കിൽ വരാം കേട്ടോ എന്ന് പറഞ്ഞു. വേണ്ടെന്നുടഞ്ചൊല്ലി പുറപ്പെട്ടൻ മഹാരഥൻ. കുളിച്ചു ഭസ്മവും തൊട്ടു ഭക്തിപൂർവം മഹേശനെ നമസ്കരിച്ചു ഗാണ്ഡീവം കുലച്ചു. വിശിഖങ്ങളാൽ ബ്രാഹ്മണ സമൂഹത്തിൻ ഹരേ കൃഷ്ണ. നമസ്കരിച്ചു ഗാണ്ഡീവം കുലച്ചു വിശിഖങ്ങളാൽ സൂതിഗൃഹത്തിൻ മുകളും ചുറ്റുപാടും ഒരേ തരം കനക്കെ മൂടിനാൻ പാർത്ഥൻ. കടക്കിൽ ഒരു ശക്തിയും ആവിധം നിൽക്കവേ കേട്ടു കുഞ്ഞിൻ്റെ മധുരോദനം. അങ്ങനെ വേഗം ചെന്നു. വേണ്ട അതിൻ്റെ ആവശ്യമൊന്നുമില്ല, അതിവിടെ ഒത്തിരി വഴിയെ പോകണ്ടു, ഞാൻ തന്നെ പൊക്കോളാം എന്ന് പറഞ്ഞിട്ട് കൃഷ്ണനെ കൂടെ അല്ലേ പണ്ട് പറയണ്ടേ എന്താ, രാമനെ കൂടെ കൂടാതെ ഇവിടെ പാർത്ഥൻ കൃഷ്ണനെ കൂടെ കൂട്ടാതെ, കൃഷ്ണനെ കൂടെ കൂട്ടാണ്ട് എല്ലാം അബദ്ധാവുന്ന എത്രയോ തവണ ഓരോരോ അനുഭവങ്ങളിലൂടെ ഉണ്ട്. പക്ഷെ അതൊന്നും മനസ്സിലാക്കാണ്ട് വീണ്ടും നമ്മൾ ഈശ്വരനെ മറന്ന് ജീവിക്കുകയാണ് ചെയ്യണത്. ഇവിടെയും ഭഗവാനെ കൂട്ടാണ്ട് പോവുകയാണ്. അവിടെ ചെന്നിട്ട് തൻ്റെ ഗാന്ധീവത്തിൽ നിന്ന് ധാരാളം അത് കുലച്ച് ധാരാളം വസ്ത്രങ്ങൾ എഴുതിയിട്ട് ഒരു സൂതിഗ്രഹം ഉണ്ടാക്കി. അതിൻ്റെ ചുറ്റുപാട് മുഴുവനും ബന്ധസ്ഥലാക്കി. അവിടുന്ന് ഒരാൾക്ക് ഉള്ളിൽ കിടക്കാൻ പറ്റില്ല, അത്രയ്ക്ക് സുരക്ഷിതാക്കിയിട്ട് ആ സൂതിഗ്രഹം. അപ്പോൾ ആ സമയത്ത് പെട്ടെന്ന് കുഞ്ഞ് പ്രസവിച്ച് ആ കുഞ്ഞിൻ്റെ കരച്ചിലൊക്കെ എല്ലാവരും കേട്ടു. പെട്ടെന്നു സർവ്വപേരും ചേർന്നൊപ്പം നിലവിളിപ്പതും കാൺമീല പൈതൽ മേൽപോട്ടു പൊങ്ങിനാനെന്നുറക്കവേ. അങ്ങനെ ആ കുഞ്ഞിൻ്റെ ആ ശബ്ദം കേട്ട് ആ വിപ്രൻ സന്തോഷിച്ചോ ഇല്ലേന്ന് സംശയം. അത്രയേ ഉള്ളൂ, സന്തോഷിച്ചോ ഇല്ലേന്ന് സംശയമുള്ളൂ. അത്രയും ആഹ്ലാദിക്കാനുള്ള ഇട കിട്ടിയില്ല. അപ്പോഴേക്കും അവിടെയുള്ള എല്ലാവരും കൂടി ഉറക്ക കരയണ ഒച്ചയാണ് കേട്ടത്. ആ കുട്ടി പെട്ടെന്ന് അങ്ങോട്ട് മറഞ്ഞുപോയി, അതിനെ കാണാനില്ല. ഉടൻ പാർത്ഥൻ്റെ മുമ്പാകെ വന്നു നിന്നു ദിയന്തണൻ. സർവേശ്വരൻ്റെ മുമ്പാകെ വീമ്പോതും അധമാധമൻ. ബലനും കൃഷ്ണനും പ്രദ്യുമ്നും പോലെയല്ല ഞാൻ, പുലമ്പിയില്ലയോ നിർലജ്ജം ആരെയും പോലെയല്ല നീ. ഇതെല്ലാം വിശ്വസിച്ചുള്ള ഞാനാണോർക്കിൽ മഹാജടൻ. എനിക്കു ശരിയാരെന്നു കാർവർണ്ണൻ കൈയൊഴിച്ചതിൽ അഹങ്കാരമൊടും ചാടി പുറപ്പെട്ടു ജലപ്രഭു. നിന്റെ ഗാണ്ഡീവവും നീയും വെറുതെ ചൊൽവതല്ല ഞാൻ. തീയിൽ ചാടേണ്ട പൊയ്ക്കൊള്ളുക, നിനക്കെന്തഭിമാനമം. സർവം കേൾക്കേണ്ടി വന്നുള്ളോരാ മഹാൻ എത്രയും ക്ഷണം. ഗാണ്ഡീവ ചാപവുമെടുത്തണഞ്ഞാൻ അന്തകാലയം. ഇല്ലെന്നറിഞ്ഞുടൻ തന്നെ പൂകിനൻ ത്രിദശാലയം. കണ്ടില്ല വിപ്രാത്മജനെ വിണ്ണിലേതിടത്തിലും. തീയിൽ ചാടുവാൻ തന്നെ ഉറപ്പിച്ചു മഹാഭുജൻ. കുളിച്ചു ഭസ്മവും പൂശി മിന്നും അച്യുത സേവകൻ. മഹേശ്വരനെയുൾപ്പൂവിൽ ഓർത്തു കൈകൂപ്പി നിൽക്കവേ. കുഞ്ഞങ്ങോട്ട് ഉണ്ടായെന്ന് കേട്ടു. കുഞ്ഞ് കരഞ്ഞു. സന്തോഷിക്കാൻ സമയം കിട്ടിയില്ല. അതിനു മുമ്പ് ബാക്കിയുള്ളവരുടെയൊക്കെ കരച്ചിൽ കേട്ടു. അപ്പോഴേക്കും പറഞ്ഞു കുഞ്ഞിനെ കാണാനില്ല, കുഞ്ഞിനെ ഉടലോടുകൂടി കാണാൻ പറ്റാണ്ടായിരുന്നു. അപ്പോൾ ആ ബ്രാഹ്മണൻ അങ്ങോട്ട് സങ്കടം സഹിക്കാൻ പറ്റിയില്ല. കാരണം എന്താ,
ആ മൃതശരീരം കിട്ടിയെങ്കിൽ അതെങ്കിലും കൊണ്ടുവന്ന് ആ ഭഗവാന്റെ മുമ്പിലിട്ടിട്ട് ഇങ്ങനെ കരഞ്ഞെങ്കിൽ അവനവൻ്റെ കർമ്മപ്രാരബ്ധമെങ്കിലും തീർന്ന് കിട്ടിയാലേ. ഇതിപ്പോൾ ആ ശരീരം പോലും ഇല്ലാണ്ടായി. അപ്പം അതുകൊണ്ട് എന്താ ചെയ്യുക ഇനി വേഗം ചെന്നിട്ട് പാർത്ഥനോട് പറഞ്ഞു, എന്താ പറഞ്ഞേ, ഞാൻ അനിരുദ്ധനല്ല, കൃഷ്ണനല്ല, പ്രദ്യുമ്നനല്ല, അല്ല, അവരൊന്നുമല്ല, അവരും നിൻ്റെ പോലെ വീരവാദമൊന്നും പറയില്ല, പറ്റാത്തത് ചെയ്തു തരാമെന്ന് പറഞ്ഞില്ല. നീയല്ലേ വില്ലാളി വീരനാണ്, അർജുനനാന്നൊക്കെ പറഞ്ഞ് എവിടെ നിൻ്റെ ഗാന്ധീവം, എവിടെ നിൻ്റെ വില്ലാളി വീരത്വം, എവിടെ എൻ്റെ കുഞ്ഞ് എന്നൊക്കെ ചോദിച്ചിട്ടതാ വല്ലാണ്ട് അങ്ങോട്ട് ശോഭിച്ചു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, തീയിൽ ചാടി മരിക്കുക എന്ന് പറഞ്ഞില്ലേ, നീയും ഗാന്ധീവവും കൂടിയിട്ട് ആ തീയിൽ ചാടിയിട്ട് മരിച്ചിട്ട് എന്താ കാര്യം, എനിക്ക് എൻ്റെ കുഞ്ഞിനെ തിരിച്ചു കിട്ടുമോ? നിന്നെപ്പോലെയുള്ളവർ അഗ്നിയിൽ പ്രവേശിച്ച അഗ്നിയും കൂടിയും അശുദ്ധമായിട്ട് തീരും. അതുകൊണ്ട് നീ ഇവിടെ ഒന്നും നിൽക്കണ്ട, വേഗം പൊക്കോ, ഏത് വഴിക്കാന്ന് വെച്ചാൽ പൊക്കോളാൻ പറഞ്ഞു. ആ സമയത്ത് ആ ഭഗവാൻ എന്ത് ചെയ്തു, ആ ഗാന്ധീവൊക്കെ എടുത്തിട്ട് അന്തണൻ്റെ അവിടെ ചെന്ന് നോക്കി. അവിടെ ചെന്ന് നോക്കി കഴിഞ്ഞപ്പോൾ അവിടെ ഇല്ല. അത് കഴിഞ്ഞിട്ട് 3 ലോകത്തും നോക്കി, അവിടെ ഇല്ല. എവിടെയും ആ ബാലനെ കാണാനായിട്ട് സാധിച്ചില്ല. കണ്ടില്ല വിപ്രാത്മജനെ വിണ്ണിലല്ലേതിടത്തിലും തീയിൽ ചാടിയിടുവാൻ തന്നെ ഉറപ്പിച്ചാൻ മഹാഭുജൻ. തീയിൽ ചാടി മരിക്കാം, അല്ലാണ്ട് ഒരു വഴിയില്ല, എന്നെക്കൊണ്ട് സാധിക്കണില്ല. എല്ലാ ദിക്കിലും പോയി അന്വേഷിച്ചു, എവിടെയും ആ കുഞ്ഞില്ല. അപ്പം അങ്ങനെ കുളിച്ച് ഭസ്മൊക്കെ തൊട്ടിട്ട് മഹാദേവനോട് ഓം നമഃ ശിവായ പ്രാർത്ഥിച്ചിട്ട് താൻ ചെയ്യാൻ പോയതിൽ അപരാധം പൊറുക്കണേ, തനിക്ക് ഇവിടെ വരണ സമയത്ത് അങ്ങനോട് ചോദിച്ചതാണ്, ഞാനും കൂടി വരട്ടെ തേര് തെളിക്കാനോ എന്ന്. ഞാൻ അങ്ങയെ ധിക്കരിച്ചു. ഇതുപോലെ തന്നെ പലപ്പോഴും അങ്ങയെ കൂടെ നടന്നിട്ട് ഞങ്ങൾക്ക് അങ്ങയുടെ മഹത്വം മനസ്സിലായില്ല. ഇപ്പോഴും അങ്ങയെ ധിക്കരിച്ച് പറയുകയാണ് ചെയ്തത്. അപ്പം അതുകൊണ്ട് ഭഗവാന്റെ മുമ്പിൽ നിൽക്കാൻ യോഗ്യതയില്ല. അതുകൊണ്ട് തീയിൽ ചാടി മരിക്കാമെന്ന് വിചാരിച്ച് തീയിൽ ചാടി മരിക്കുകയാണ്. എന്നിട്ട് ആ മഹാദേവനെ മനസ്സിലിങ്ങനെ ആലോചിച്ചു. അപ്പോൾ ആ സമയത്ത് മഹാദേവനെ കാണൽ പ്രകാശിച്ച്, അപ്പം എന്താണ്, വെൺചന്ദ്രക്കലയല്ലുള്ളിൽ പൊൻപീലി കിരീടമാം. ഭഗവാന്റെ ആ ചന്ദ്രക്കലയോടിയ ആ തിരുമുടി ചടിയല്ല കാണുന്നത്, അതിന് പകരം എന്താ കാണുന്നത്, പൊന്നിൻ്റെ ആ പീലിക്കിരീടം കണ്ടു. പിന്നെ കസ്തൂരി തിലകമണിഞ്ഞിട്ടുള്ള ആ നെറ്റിത്തടം കണ്ടു. പ്രകാശിച്ചത് കസ്തൂരി തിലകാഞ്ചിത ഫാലവും ഗോപിക്കുറിയുമാ മട്ടിൽ തെളിഞ്ഞത്യന്ത സുന്ദരം ശ്രീകൃഷ്ണവദനാംബോജം മന്ദസ്മിത മനോഹരം. അങ്ങനെ ആ ഭഗവാൻ മനസ്സിലാരാ തെളിഞ്ഞു വന്നത്, ഗോപിക്കുറിയൊക്കെ തൊട്ട് പീതാംബരൊക്കെ ചാർത്തി അതിസുന്ദരനായിട്ട് പുഞ്ചിരിച്ചു കൊണ്ടിരിക്കുന്ന ആ ശ്രീകൃഷ്ണ ഭഗവാൻ. അപ്പോഴും ആ കണ്ണുകൾ പറയണ്ടെന്ന് തോന്നി, ഞാൻ വരാമെന്ന് പറഞ്ഞതല്ലേ എന്ന് ചോദിക്കുന്നുണ്ടോയെന്ന് ഒരു കുറ്റബോധം കൊണ്ട് തോന്നുകയാണ്. ചങ്ങാതിയം നിനക്കെന്നെ മറക്കാനാവതോ സഖേ, തോന്നിത്തുടങ്ങി തന്നോടു കൃഷ്ണൻ ചോദിച്ചിടുമാവിധം. പാർത്ഥൻ കണ്ണീർ കിനിഞ്ഞും കൊണ്ടോത്താനുൾപ്പൂവിലിങ്ങനെ വിപ്രൻ്റെ മുമ്പിൽ വച്ച് ഞാൻ വിപ്രൻ്റെ മുമ്പിൽ വച്ച് ഞാൻ അവമാനിച്ചു ചൊൽകിലും അതേതുമുള്ളിലോർക്കാതെ പിന്നിൽ വന്നെന്നൊടീ വിധം ഞാനും വരേണ്ടയോ ചോദിച്ചില്ലയോ കരുണാനിധി. ആ ബ്രാഹ്മണൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ കൃഷ്ണനെ പോലെയൊന്നുമല്ല ഞാൻ വില്ലാളി വീരനായിട്ടുള്ള അർജുനനാന്ന് പറഞ്ഞ് കൃഷ്ണനെ അധിക്ഷേപിച്ച് അപമാനിച്ചൊക്കെ പറഞ്ഞു. പക്ഷെ അതൊന്നും ഭഗവാൻ മനസ്സിൽ വെച്ചില്ല. അതാട്ടോ ഭഗവാന്റെ കാരുണ്യം. നമ്മളെന്തൊക്കെ സങ്കടങ്ങളും ദേഷ്യങ്ങളും വരുമ്പോൾ എന്തൊക്കെയോ ഭഗവാനെ ചീത്ത പറയണവരൊക്കെ ഉണ്ട്, ധാരാളം ഉണ്ട് അങ്ങനെ അല്ലേ. നമുക്കൊരു വിഷമം വന്നു കഴിഞ്ഞാൽ ചീത്ത മുഴുവൻ ആർക്കാ, ഗുരുവായൂരപ്പനാണ്. നമ്മുടെ കർമ്മപ്രാരാബ്ധമാണെന്ന് നമ്മൾ തിരിച്ചറിയേയില്ല. എല്ലാ ചീത്തയും ഗുരുവായൂരപ്പനാണ്. അതുപോലെ ആ ഗുരുവായൂരപ്പൻ അതൊക്കെ കേട്ടാലും മിണ്ടാണ്ട് പുഞ്ചിരിച്ചിട്ട് നമുക്ക് ഏതാണോ ഉചിതം അത് നമുക്ക് തരും. അത് ഭഗവാനെ പ്രാർത്ഥിച്ചാലും പ്രാർത്ഥിച്ചില്ലെങ്കിലും ഭഗവാൻ ആ കാരുണ്യത്തോടു കൂടിയിട്ട് നമുക്ക് ആ ഉചിതം നമ്മളിലേക്ക്, ഉചിതമായതെന്തോ അത് നമ്മളിലേക്ക് തരികയാണ് ചെയ്യുക. അതാണ് ഭഗവാന്റെ കാരുണ്യം. പറയാം, ഞാൻ ഇത്രയൊക്കെ അവമാനിച്ചിട്ട് അതൊന്നും നോക്കാണ്ട് ഭഗവാൻ അതേ തീർത്തെളിക്കാൻ ഞാൻ വരണോ എന്നോട് ചോദിച്ചില്ലേ. എത്ര കാരുണ്യമാണ് അദ്ദേഹത്തിന്
എന്ന് പറയുക. അത് എന്നോട് അവസാനത്തെ ചോദ്യമെന്നോർത്തതില്ല ഞാൻ. ഏതെല്ലാം വിധമാണെന്നെ രക്ഷിച്ചത് അഖിലേശ്വരൻ. സർവവും സർവവും മറന്നാരെ എന്നെപ്പോലുണ്ടിത്ര കൃതജ്ഞനായി അനാദരിച്ചു ഞാൻ എൻ്റെ മഹാപ്രഭുവിനെ സ്വയം. ഇങ്ങനെ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ മറന്നിട്ട് ആ ഭഗവാനെ അപമാനിച്ചില്ലേ? എന്നെപ്പോലെ നന്ദി കെട്ടവനായിട്ട് ആരായി ലോകത്തിലുള്ളത്? അത്രയും നന്ദികേടല്ലേ ഞാൻ കാണിച്ചത് എന്നെല്ലാം സങ്കടപ്പെടുകയാണ്. മുമ്പിൽ ചെന്നിടുവാൻ പോലും വയ്യാത്ത വിധമെത്രയും മഹാപരാധമാം ചെയ്തതിൻ പാപമകറ്റുവാൻ പ്രായശ്ചിത്തമിതാ കൃഷ്ണ ചെയ്യുകയാം നിന്റെ അർജുനൻ. ഇത് ഇനി അങ്ങയുടെ മുമ്പിൽ വരാൻ പോലും എനിക്ക് അർഹതയില്ല. ഞാൻ സത്യം ചെയ്ത പോലെ തന്നെ ഇതിനും കൂടിയുള്ള പ്രായശ്ചിത്തായിട്ട്, അങ്ങയെ അപമാനിച്ചതിൻ്റെ പ്രായശ്ചിത്തായിട്ട് എൻ്റെ ശരീരം ഈ അഗ്നിയിൽ ഉപേക്ഷിക്കാൻ പോവുക, ഞാനിത് ചെയ്യാൻ പോവുക. ഭഗവാനെ എന്നോട് ക്ഷമിക്കണേ, പൊറുക്കണേ എന്നെല്ലാം പ്രാർത്ഥിച്ചിട്ട് തീയിൽ ചാടാൻ പോവാണ്. ആളിക്കത്തി പിടിച്ചുള്ള തീയിലീ മട്ടോർത്തുടൻ കുതിച്ചു ചാടിനാനുള്ളിൽ കൃഷ്ണൻ മിന്നിത്തിളങ്ങുവോൻ. ഉള്ളിൽ ആ ശ്രീകൃഷ്ണനെ മാത്രം നനച്ചുകൊണ്ട് ആ ശ്രീകൃഷ്ണ രൂപം തെളിഞ്ഞു കണ്ടുകൊണ്ട് ആ അഗ്നിയിലേക്ക് അർജുനൻ എടുത്തു ചാടാൻ പോവുകയാണ്. ആ സമയത്താണ് ഭഗവാൻ കയ്യിലെത്തിപ്പിടിക്കരുതല്ലേ. ഉള്ളം കുഴഞ്ഞ വിധമച്യുതാംഗ്രീ പത്മാശ്രിതൻ തീയിലുടൻ പതിക്കെ അപായമോർത്താഞ്ഞു പിടിച്ചു പിന്നിലെത്തിപ്പിടിച്ചാൻ കരുണാപയോധി. വേഗം ചാടാനങ്ങോട്ട് കുതിച്ച വഴി പിന്നാക്കം കയ്യുമ്മ പിടിച്ച ഒരൊറ്റ വലിയാണ് ശ്രീകൃഷ്ണ ഭഗവാൻ. നമ്മൾ പറയും ഭഗവാനെ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല, ഭഗവാനൊക്കെ ഇത് ഈശ്വരനെയൊക്കെ ഉപേക്ഷിച്ച് ഇതൊക്കെ ഈശ്വരനൊന്നല്ല, നമ്മൾ ചെയ്താലേ ശരിയാവുള്ളൂ, എല്ലാം ഈശ്വരൻ എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, ഇതൊക്കെ അവനവൻ്റെയാണെന്ന് പറഞ്ഞ് നമ്മൾ ഓരോന്നിൽ ചാടിപ്പറപ്പെട്ട് ഇതുപോലെ ഓരോ അബദ്ധങ്ങൾ പറ്റുമ്പോൾ നമ്മൾ ആലോചിക്കും ഭഗവാനെ അങ്ങേ ആ ഭഗവാനിൽ സമർപ്പിച്ചിട്ട് ചെയ്തെങ്കിൽ ഇത് ഇത്ര ആവില്ലായിരുന്നു എന്നൊക്കെ വിചാരിച്ച് സങ്കടപ്പെട്ട് നിൽക്കുമ്പോഴും ആ ഭഗവാൻ തന്നെ ഓടി വന്ന് കയ്യിൽ പിടിക്കും. അത്രയ്ക്ക് ആ പരമകാരുണ്യാണല്ലേ. ഇത്രയും കാരുണ്യം എന്നിൽ നാടിച്ചതും ചിത്രം നാടിപ്പതും ചിത്രം കാരുണ്യവാരീതേ 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 കാരുണ്യാബ്ദേ. അല്ലേ, ആ ഭഗവാന്റെ കാരുണ്യത്തെപ്പറ്റി എന്താ പറയണത്? എന്നിട്ട് കയ്യിലാ പിടിച്ചിട്ട് പറഞ്ഞു, നില്ലെൻ്റെ ഫൽഗുന നീ എന്തു ഭാവിച്ചു തീയിൽ പതിക്കുന്നതെന്തിനിപ്പോൾ? ഞാനല്ലയോ നിന്റെ ബന്ധൂധനഞ്ജയ, ജ്ഞാനികൾക്കാധാരം ഞാനാകുന്നു. അല്ലേ, തീയും പിടിപ്പിച്ചു തീക്കുണ്ടം ചാട്ടിട്ടു തീയിൽ പതിക്കുവാൻ ചെല്ലും നേരം. അല്ലേ, പെട്ടെന്ന് അണഞ്ഞിട്ട് ആ സമയത്ത് കൈമ പിടിച്ചിട്ട് പറഞ്ഞു, നിൽക്കൂ, ഞാനില്ലേ കൂടെ, നീ എന്താ എന്നെ മറന്നത്? ഞാനുള്ളപ്പോൾ നിനക്കൊരു ദുഃഖമോ എന്ന് പറഞ്ഞതാ. അതെന്തുകൊണ്ട്? ആ വിപ്രൻ അറിയാം ഈ ഒരവസ്ഥയിൽ ഭഗവാൻ രക്ഷിക്കും എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ആ വിപ്രൻ വിശ്വസിച്ചതും. ഭഗവാനിലാണ് ആ വിപ്രൻ വിശ്വസിച്ചത്. ആ ബ്രാഹ്മണൻ ഭഗവാനെയാണ് വിശ്വസിച്ചത്. ഹരേ കൃഷ്ണ. കാട്ടിത്തരം വിപ്രകുമാരകന്മാരെല്ലാരെയും നീ ഇത് ചെയ്തിടല്ലേ. നിന്ദിച്ചവൻ തന്നെ നിനക്കു കീർത്തി വളർത്തിടും കുണ്ഠിതമാർന്നിടല്ലേ. അയ്യോ, നിന്നെ ആ വിപ്രൻ പാവം, അത് ദുഃഖം കൊണ്ടാട്ടോ നിന്നെ ഓരോന്ന് പറഞ്ഞ്, അത് കേട്ട് നീ ഇത്ര വിഷമിക്കാൻ പാടുമോ? കുട്ടികൾ മരിച്ച ദുഃഖം, ഒരു അച്ഛൻ്റെ ദുഃഖം നിനക്ക് അറിഞ്ഞൂടെ? അപ്പോൾ ആ ദുഃഖത്തിലിരിക്കുന്നവർ പലതും പറയും, അതൊക്കെ ഉള്ളിലേക്ക് എടുക്കാൻ പാടുമോ? അവരെ ഞാൻ കാണിച്ചു തരാം, നിനക്ക് വേണ്ടിയിട്ട് നീ ഒരാളെയല്ലേ രക്ഷിച്ച് കൊണ്ടു കൊടുക്കാമെന്ന് പറഞ്ഞേ. ഞാൻ എല്ലാവരെയും കാണിച്ചു തരാം, നീ എല്ലാവരെയും കൊണ്ടുകൊടുത്തോളൂ, നീ വിഷമിക്കരുത്, നീ എൻ്റെ ആത്മാർത്ഥ ചങ്ങാതിയല്ലേ, നിന്നെ കഴിഞ്ഞിട്ടേ എനിക്ക് എന്താ ഉള്ളൂ. ഭഗവാന്റെ ആ കാരുണ്യം ആലോചിച്ച് നോക്കൂ.
അവജ്ഞയോർത്തിങ്ങനെ ചെയ്യിൽ നഷ്ടം മറ്റാർക്കുമല്ല അർജുന നീ മറന്നു. സത്യത്തെ ആരായ്വതിന്നു മുഖ്യ സാമഗ്രിയാണില്ലി മനുഷ്യദേഹം. ഒരേ ഞൊടിക്കുള്ളിൽ അതിന്നു നാശമണച്ചിടും നീയതു സമ്മതിച്ചു. നിനക്കു തൊട്ടിന്നിവിടം നിർത്തിയിടുവാനോർക്കുകിൽ ആവതാണോ. അപ്പൊ പറയണോ, സത്യത്തെ ആരായുവതിനാണ് ഈ സത്യമായിട്ടുള്ള ആ സത്യത്തിനെ സാക്ഷാത്കരിക്കാനാണ്. ആരാണ് സത്യം? സത്യം ഭഗവാൻ തന്നെ, സത്യം ബ്രഹ്മം തന്നെ. ആ സത്യത്തിനെ സാക്ഷാത്കരിക്കാനുള്ളതാണ് മനുഷ്യജന്മം, ആ മനുഷ്യ ശരീരം. ആ മനുഷ്യ ശരീരത്തിനെയാണ് നീ ഇതാ നശിപ്പിക്കാൻ പോണത്. ഒരു ഞൊടിക്കുള്ളിൽ നീ ഇതിനെ നശിപ്പിക്കാൻ നിനക്ക് സാധിക്കും, സമ്മതിച്ചു. പക്ഷേ അത് നിലയ്ക്ക് നിർത്താനായിട്ട് നിന്നെക്കൊണ്ട് സാധിക്കുമോ? അപ്പോൾ അങ്ങനെ ഒരു ജീവനെ നിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അതിനേതാ നിലയ്ക്ക് നിർത്താൻ, ആ ശരീരത്തിൻ്റെ നിർത്താൻ നിനക്ക് സാധിക്കില്ലല്ലോ. നിനക്ക് ഞാനിപ്പോൾ ഈ ഒരാളുണ്ട്, അവരുടെ ആ ജീവൻ ഞാൻ 60 വയസ്സിൽ മരിക്കും, 80 വയസ്സായിട്ട് ഞാൻ മരിക്കുള്ളൂ. അതുവരെ എന്നെ നിലനിർത്താൻ എനിക്ക് സാധിക്കില്ല. അപ്പോൾ ആ ജീവനെ നിലനിർത്താൻ നിനക്ക് സാധിക്കില്ല. നിലനിർത്തേണ്ട ആരാണ്? അതാ ഭഗവാൻ തന്നെയാണ്. അപ്പോൾ അതിനെ ഇല്ലാണ്ടാക്കാനും ആർക്കേ സാധിക്കുള്ളൂ, ഭഗവാന് മാത്രമേ ഉള്ളൂ അതിന് അവകാശം. നിന്നെക്കൊണ്ട് അത് ചെയ്യാൻ പാടില്ല. സുഭദ്ര പാഞ്ചാലി യുധിഷ്ഠിരാദ്യർ നിന്നമ്മ തൊട്ടുള്ളവരത്ര മാഴ്കും മൂർത്തിയില നീയേതും അതിൻ്റെ കാര്യം അതത്ര നോക്കേണ്ടതല്ലെണീക്കൂ. അപ്പോൾ പറയൂ, കാൽക്കൽ വീണ് കിടക്കണ ആ അർജുനനോട് പറയാണ്, സുഭദ്ര, പാഞ്ചാലി, യുധിഷ്ഠിര, മറ്റുള്ളവരൊക്കെ നിൻ്റെ സഹോദരന്മാരെ അവരൊക്കെ എത്ര സങ്കടപ്പെടുന്നു നീ ആലോചിച്ചോ? നീ ചെയ്ത തെറ്റിന്. അപ്പം അതൊന്നും ഓർക്കാണ്ട് നീ നിൻ്റെ കാര്യം മാത്രം നോക്കുകയാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടോ, നീ എണീക്കൂ എന്ന് പറഞ്ഞിട്ട് ആ അർജുനനെ എഴുന്നേൽപ്പിക്കുകയാണ്. ഈ വണ്ണം അമ്പാർന്നുര ചെയ്തു വിങ്ങിക്കരഞ്ഞ ഭർത്തൻ്റെ കരം പിടിച്ചു കരേറിനന്തേരിലപാരമായ കാരുണ്യമുൾത്തിങ്ങുമുദാരശീലൻ. അങ്ങനെ ആ പ്രാർത്ഥനയും കൊണ്ട് തേരിൽ കയറിയിട്ട് ആ യാത്ര തുടങ്ങുകയാണ്. ദീപങ്ങളേഴങ്ങനെ നീങ്ങി ലോകാദ്രി ലോകാദ്രി തന്നപ്പുറമെത്തി വേഗം ഇരുട്ടിൽ വല്ലാതെ കുഴങ്ങി നിൽക്കും അശ്വങ്ങൾ തൻ മുമ്പിൽ അനന്തവീര്യൻ അയച്ചു സൂര്യായുധ കോടി രമ്യ പ്രകാശമേന്തുന്ന സുദർശനാസ്ത്രം. തമസ്സിനെ അങ്ങേക്കരയിങ്കലേതോതരം തിളങ്ങുന്നൊരു ചിൽപ്രകാശം കണ്ടർജുനൻ കൺകൾ ഇടയ്ക്കു ചിമ്മിത്തുടങ്ങിനാൽ വീണ്ടും അതിൻ്റെ മുമ്പിൽ കാറ്റത്തുവൻപാൽ തിരമാല പൊങ്ങി ഇരമ്പിടും വിസ്തൃതമാം പ്രദേശം. അങ്ങനെ ആ ദീപങ്ങളൊക്കെ 7 ദ്വീപുകൾ കഴിഞ്ഞു, ലോകാലോകങ്ങളും മഹാലോകമൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് പോവുകയാണ്. അതിൻ്റെ അപ്പുറത്ത് ഒരു ഇരുട്ടുള്ള ഒരു സ്ഥലമുണ്ട്. അവിടെ എത്തിയപ്പോൾ ഇനി എങ്ങോട്ട് പോകണ്ടേന്ന് അറിയാണ്ട് ആ കുതിരകൾ അവിടെ പകച്ചു നിന്നപ്പോൾ ഭഗവാൻ തൻ്റെ സുദർശന ചക്രം കൊണ്ട്, ഭഗവാന്റെ സുദർശന ചക്രം വെച്ചാൽ ആ ഇരുട്ടെന്താണ്, ഈശ്വരനിലേക്ക് പടിപടിയായിട്ട് ഉയർന്ന് ഈശ്വരനിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് അജ്ഞാനമാകുന്ന ഇരുട്ടാണ് അവിടെ പരക്കുക. അപ്പോൾ ഭഗവാന്റെ സുദർശനം, അവിടെ ആ നല്ല ദർശനം, ഭഗവാനെ ആശ്രയിച്ചാൽ ഭഗവാൻ നമുക്ക് ആ അജ്ഞാനത്തെ നീക്കിയിട്ട് അറിവിനെ പകർന്നു തരും. അതാണ് സുദർശനം ചെയ്യണത്. അതിനാണ് സുദർശനമുള്ളത്. അറിവിൻ്റെ ഇരുട്ടിനെ അകറ്റാണ് സുദർശനം. അജ്ഞാനത്തിൻ്റെ ഇരുട്ടിനെ അകറ്റിയിട്ട് അറിവ് നിറയ്ക്കുന്നതാണ് സുദർശനം അല്ലേ. ഇപ്പം നമ്മൾ അംബരീഷൻ്റെ കഥയിൽ പറഞ്ഞു, ആ അംബരീഷനെ നശിപ്പിക്കാൻ അംബരീഷൻ്റെ പിന്നാലെ ആ സുദർശനം ചെന്നു. ആ സുദർശനത്തിനെ ജയിക്കാൻ വേണ്ടിയിട്ട് പോയിട്ട് ഭഗവാനെ തന്നെ ആശ്രയിച്ചപ്പോഴും ഭഗവാൻ പറഞ്ഞു, ഇല്ല, ആ ഭക്തനെ തന്നെ ആശ്രയിക്കുമെന്ന് പറയൂ. ആ ഭക്തിയുടെ മഹത്വം സുദർശനം നൽകിയത് അവിടെ ആരാ? ഭക്തനാണ് നൽകിയത് അല്ലേ. ആ ഭഗവാനോടുള്ള ആ പരമപ്രേമത്തിൻ്റെ ആ പ്രതീകമായിട്ട് സുദർശനം നൽകി. അത്രയും കാലം ദൃഢമായ ഭക്തി എങ്ങനെയാണെന്ന് ഉള്ളത് ആ ദുർവാസാവ് മഹർഷിക്ക് കാണിച്ചു കൊടുത്തു. അതുതന്നെയാണ്
ആ സുദർശനം നൽകി. അപ്പോൾ അതാണ് സുദർശനത്തിൻ്റെ. അപ്പം അങ്ങനെയുള്ള ആ സുദർശനം അവിടെ കൊണ്ട് ഇതാ ആ പ്രകാശമായി. അപ്പം അതിൻ്റെ അപ്പുറത്തെന്താ ആ പാലാഴിയിലെ പാലിൻ്റെ ആ പാൽത്തിരമാലകൾ പൊങ്ങുന്ന അവിടെ ഇതാ അത്യകലെയായിട്ട് വൈകുണ്ഠ ദേശത്തിനെ ഇതാ കാണാൻ സാധിച്ചു. കണ്ടന്മണിസ്തംഭ സഹസ്രമാർന്നു മിന്നും മഹാകാലപുരം പ്രസിദ്ധം അംഗം ഫണാമണ്ഡലരത്ന സൗമ്യപ്രഭാതരം വീശുമനന്തമൂർത്തി ലസിപ്പതാവെൺമൃദുമത്തയിങ്കൽ അമ്പാർന്നെഴുന്നള്ളിയിരിപ്പുനാഥൻ കാർമേഘവർണ്ണൻ ഗമനീയ രത്നകിരീടഹാരാദി വിഭൂഷിതങ്കൻ സുനന്ദ നന്ദാതിനിഷേവ്യമാണ് പദാരവിന്ദൻ പയസീരുഹാക്ഷൻ ആ മട്ടിൽ വിശ്വേശ്വരനായി വിളങ്ങും രമാവരൻ തന്നരികത്തമന്തം പരാൽപരൻ പാർത്ഥനുമൊത്തണഞ്ഞു നമസ്കരിച്ചൻ തൊഴുകയ്യുമേന്തി ഉൾപൂവിലൊട്ടൊന്നു പരിഭ്രമിച്ചാനുടൻ മധുസ്മേരമുഖാരവിന്ദൻ ചൊല്ലിയിടിനൻ നിങ്ങളെ രണ്ടുപേരെ കൺമൻ കൊതിച്ചിങ്ങനെ ചെയ്തതാം ഞാൻ. അപ്പോൾ അതാ അങ്ങനെ ആ ദീപങ്ങളൊക്കെ കടന്ന് ഇതൊക്കെ കഴിഞ്ഞപ്പോൾ അവിടെ എന്താ കണ്ടത്? അവിടെ ആ പാലാഴി കണ്ടു. പാലാഴിയുടെ നടുക്ക് ഇതാ വലിയതായിട്ടുള്ള ആ വൈകുണ്ഠം കണ്ടു. വൈകുണ്ഠത്തിൽ ആ അനന്തശായിയായിട്ട് അനന്തൻ്റെ പുറത്ത് ശയിക്കുന്ന ആ ഭഗവാനെ കാണാൻ പറ്റി, ആ മഹാവിഷ്ണുവിനെ കാണാൻ പറ്റി. അപ്പോൾ ആ കണ്ട വഴി പരിഭ്രമിച്ചിട്ട് മഹാവിഷ്ണു ആ ശ്രീകൃഷ്ണ ഭഗവാനെ സാക്ഷാൽ ആ സർവപ്രപഞ്ചത്തിലും തറഞ്ഞു നിൽക്കുന്ന ശ്രീകൃഷ്ണ പരമാത്മാവിനെ കണ്ടപ്പോൾ എഴുന്നേറ്റ് നമസ്കരിക്കാൻ ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഭഗവാൻ മുഖത്ത് നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. അതോടുകൂടിയിട്ട് ആ ഒരു ഭാവം മാറി. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് എന്താ ഇവർ രണ്ടുപേരും കൃഷ്ണനും അർജുനനും കൂടിയിട്ട് അങ്ങോട്ട് മഹാവിഷ്ണുവിനെ നമസ്കരിക്കുകയാണ്. അപ്പോൾ അത് ആ ഭഗവാന്റെ ഉള്ളിൽ ഇരുന്നിട്ട്, ആ മഹാവിഷ്ണുവിൻ്റെ ഉള്ളിലിരുന്നിട്ട് ആ ഭഗവാന്റെ ഇച്ഛപ്രകാരം അദ്ദേഹം പറഞ്ഞു, ആ പരിപൂർണതമമായിട്ടുള്ള ശ്രീകൃഷ്ണ അവതാരം, ആ അവതാരത്തിൽ ആ കൃഷ്ണനെയും ആ കൃഷ്ണൻ്റെ പ്രിയപ്പെട്ട നരനാരായണന്മാർ തന്നെയാണ് ആ കൃഷ്ണാർജുനന്മാർ നേരിട്ട് കാണാനുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് ഞാനിത് ഈ ലീലകളാടിയത് എന്നെല്ലാം പറഞ്ഞു. മാകേണ്ട തന്നുണ്ണികളോടൊപ്പം ധർമ്മത്തെ രക്ഷിച്ചിനി ഭൂമി ഭാരം തീർത്തിങ്ങു പോനീടുവിൻ അന്തണേന്ദ്രൻ മാഴ്കേണ്ട തന്നുണ്ണികളോടുമൊപ്പം സുഖിച്ചുതാൻ ഒഴിയിൽ വാണിടട്ടെ കിരീടിയും കൃഷ്ണനും. അപ്പോൾ എന്ത് ചെയ്തു? ഇതാ കുട്ടികൾ ഒരാളെ അന്വേഷിച്ച് വന്നതല്ലേ നിങ്ങൾ? എല്ലാ കുട്ടികളും ഇവിടെ തന്നെയുണ്ട്, നിങ്ങളാരും വിഷമിക്കണ്ട. ആ ഭൂമിയിൽ ധർമ്മം സംസ്ഥാപനത്തിനാണല്ലോ വന്നേക്കുന്നത്. അപ്പോൾ ധർമ്മം രക്ഷിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഉണ്ണികളെയൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ കണ്ടപ്പോഴോ അത്യത്ഭുതമായിട്ടുള്ള കാഴ്ചകളാണ്. അതെ, ഒരു ഉണ്ണി എന്താ ചെയ്യണേ? ആ അമിഞ്ഞപ്പാൽ കുടിക്കുകയാണ്. മഹാലക്ഷ്മിയുടെ അമിഞ്ഞപ്പാൽ കുടിക്കുന്നു ഒരു ഉണ്ണി. ആ പാല് കുടിക്കുന്ന കുഞ്ഞിൻ്റെ ഒക്കെ ഓരോരോരോരോ വയസ്സിന് വ്യത്യാസമേ ഉള്ളൂ അല്ലേ? ആ 10ാമത്തെ കുഞ്ഞു ഉണ്ണിക്ക് വയസ്സെത്തിയിട്ടില്ലേ, മൂത്ത ഉണ്ണിക്ക് 10 വയസ്സ് 11 വയസ്സായി, അത്രയും ഉള്ള ഒരു വ്യത്യാസമേ ഉള്ളൂ. പിന്നെ 10, 9, 8, 7, 5, 4, 3, 2, 1 അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ഓരോരോരോ വയസ്സിന് വ്യത്യാസത്തിലുള്ള കുഞ്ഞുങ്ങളാണ്. അപ്പോൾ ഒരാളിതാ അമ്മിഞ്ഞ് കൊടുക്കണു. അപ്പോൾ വേറെ ഒരു കുട്ടി ഇതാ ആ മടിയിൽ അമ്മിഞ്ഞ് കൊടുക്കുന്നുണ്ടെങ്കിലും മടിയിൽ ആ തൊടയിൽ കയറിയിരിക്കുന്നുണ്ട് മഹാലക്ഷ്മിയുടെ. ഒരാളിതാ അനന്തൻ്റെയൊക്കെ പുറത്ത് ചാടി മറിഞ്ഞ് കളിക്കണു. ഒരാളിതാ ഭഗവാന്റെ മാറിടത്തിൽ ചേർന്നിരിക്കണു. ഒരാളിതാ ഭഗവാന്റെ പാദത്തിൽ തല ചായ്ച്ച് കിടക്കണു. അങ്ങനെ ഓരോ കുഞ്ഞുങ്ങൾ അവിടെ ഓടിക്കളിക്കുന്ന കുഞ്ഞുങ്ങൾ എല്ലാം കണ്ട് അത്ഭുതപ്പെട്ട് നോക്കുകയാണ്. അപ്പം അങ്ങനെ കണ്ടിട്ട് അതിൽ ഒരു 5-6 വയസ്സായ ഒരു ഉണ്ണിയെ കൂടെ അടുത്തേക്ക് വിളിച്ചു. അപ്പോൾ സംശയിച്ച് ഉണ്ണി അടുത്തേക്ക് ചെന്നു. അപ്പോൾ ഉണ്ണിയോട് ചോദിച്ചു, അച്ഛനുണ്ടോ നിങ്ങൾക്കെന്നു ചോദിച്ചപ്പോൾ അച്യുതനെ ചെന്നു തൊട്ടുകാട്ടി. നിങ്ങളുടെ അച്ഛനാരാ എന്ന് ചോദിച്ചു. വേഗം ചെന്ന് ഭഗവാനെ സാക്ഷാൽ ശ്രീമൻ നാരായണനെ ചെന്ന് തൊട്ടുകാട്ടുകയാണ് ചെയ്യുന്നത്.
അമ്മയുണ്ടോ നിങ്ങൾക്കെന്നു ചോദിച്ചപ്പോൾ ലോകമാതാവിനെ ചൂണ്ടിക്കാട്ടി അമ്മിഞ്ഞ് കൊടുത്തുകൊണ്ടിരിക്കണ താഴെയുള്ള ആ പ്രസവിച്ച ഉണ്ണിക്ക് അമ്മിഞ്ഞ് കൊടുത്തുകൊണ്ടിരിക്കണ ആ കുഞ്ഞ് കുട്ടിക്ക് അമ്മിഞ്ഞ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ആ ദേവിയെ ചെന്നിട്ട് ചൂണ്ടിക്കാണിക്കുക, അതാണ് ഞങ്ങളുടെ അമ്മ, ഇതാണ് ഞങ്ങളുടെ അച്ഛൻ. അപ്പോൾ ചോദിച്ചു എൻ്റെ കൂടെ വരുന്നുണ്ടോ? അപ്പോൾ പറഞ്ഞു അത് ചോദിക്കുമ്പോൾ കുട്ടികളെ അച്ഛനും അമ്മയും വിട്ട് വരില്ല, അവർ വേഗം ഓടിപ്പോയിട്ട് അച്ഛനെ ചെന്ന് കെട്ടിപ്പിടിക്കുകയാണ് ചെയ്യണത്. അപ്പം അങ്ങനെ ചെന്നപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാനും വിളിച്ചു, വരൂ നമുക്ക് പോവാമെന്ന് പറഞ്ഞു. അപ്പോഴും ഇല്ല കുട്ടികൾ. പിന്നെ ആ ഭഗവാൻ എല്ലാ കുഞ്ഞുങ്ങളെയും നോക്കിയിട്ടൊന്ന് അങ്ങോട്ട് പുഞ്ചിരിച്ചപ്പോൾ അവരുടെ മനസ്സൊക്കെ മാറി. കണ്ടോ രഥം കണ്ടോ, നമുക്ക് ഈ രഥത്തിൽ കയറി ടാറ്റ പോവാം എന്നൊക്കെ കുട്ടികളോട് പറഞ്ഞപ്പോൾ അവർക്ക് നല്ല സന്തോഷമായി. അപ്പോൾ എല്ലാവരും അല്ലേ അങ്ങനെയാണല്ലോ, ഒരു കാറ് കൊണ്ടുവന്ന് മുറ്റത്തിട്ടിട്ട് നമുക്ക് ടാറ്റ പോവാം അങ്ങനെ കുട്ടികളൊക്കെ കയറണ പോലെ എല്ലാ കുട്ടികളും കയറി. സാക്ഷാൽ ലോകമാതാവായിട്ടുള്ള അമ്മ തന്നെ ആ കുഞ്ഞിനെ വയറു നിറച്ച് മുലപ്പാൽ നൽകിയിട്ട് ആ കുഞ്ഞിനെ അർജുനൻ്റെ കൈകളിൽ വച്ചു കൊടുത്തു. അർജുനൻ നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോട് കൂടിയിട്ട് ആ കുഞ്ഞിനെ ഏറ്റുവാങ്ങി എല്ലാവരും ഒരുമിച്ച് ആ രഥത്തിൽ കയറിയതാ തിരിച്ചു പോരുകയാണ്. കിരീടിയും കൃഷ്ണനും ആജ്ഞ വാങ്ങി നമിച്ചു പൈതങ്ങളോടൊത്തിറങ്ങി വിപ്രന്നു കുന്തി സുതനിപ്രകാരം നൽകിയിടിനൻ 10 കുമാരരെയും. അവിടെ ചെന്നു ആ ഗൃഹത്തിൽ ചെന്നിട്ട് ആ പത്നിയുടെ അവിടെ ആ ബ്രാഹ്മണ ഗൃഹത്തിൽ ചെന്നിട്ട് വാതിലിൽ തട്ടി വിളിച്ചു. വാതിലിൽ തട്ടി വിളിച്ചു കഴിഞ്ഞപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാനാണ് വാതിലിൽ തട്ടി വിളിച്ചത്. ശ്രീകൃഷ്ണ ഭഗവാനെ കണ്ടതും ആ വിപ്രന് സങ്കടം സഹിക്കാൻ പറ്റാണ്ടായി. ഭഗവാന്റെ മുമ്പിൽ പാദത്തിൽ നമസ്കരിച്ച് ഉറക്കെ കരഞ്ഞു. അങ്ങയുടെ അടുത്ത് വന്നിട്ട് ഒന്ന് പരിഭവിച്ച് കരയാൻ പോലും ഭാഗ്യമില്ലാത്തൊരു മഹാഭാപിയായല്ലോ, എൻ്റെ കുഞ്ഞിൻ്റെ ശരീരം പോലും കിട്ടിയില്ല. ആ ശരീരം കിട്ടുമ്പോഴൊക്കെ എനിക്ക് സന്തോഷമായിരുന്നു. ഇതും കൊണ്ട് അതായത് ദുഃഖങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ ഭഗവാന്റെ മുമ്പിൽ ചെന്ന് ആ ദുഃഖം പറഞ്ഞ് കരയാനെങ്കിലും ഭഗവാന്റെ മുമ്പിലേക്ക് ഓടിച്ചെല്ലാലോ എന്ന്. ഇപ്പം ആ കുഞ്ഞിൻ്റെ ശരീരം കൂടി ഇല്ല, ഇനി ഞാൻ എങ്ങനെ വരണോ എന്നുള്ള ആ ഭഗവാന് തോന്നിയിട്ടുണ്ടാവുമോ? ഭഗവാനേക്കാളും വലുതാണ് അർജുനൻ എന്ന് കരുതിയിട്ടാണ് ഞാനിതാ അർജുനൻ്റെ വാക്ക് വിശ്വസിച്ച് തിരിച്ചു പോകുന്നത് എന്ന് തോന്നിയിട്ടുണ്ടാവുമോ? ആ ഭഗവാൻ എന്നോട് പരിഭവം ഉണ്ടാവുമോ എന്ന് വിചാരിച്ചിട്ട് എവിടെയും പോവാണ്ട് എല്ലാ ദുഃഖങ്ങളും ഉള്ളിൽ ഒതുക്കി മൗനമായിട്ട് ആ ബ്രാഹ്മണനകത്തിരിക്കുകയായിരുന്നു. ബ്രാഹ്മണ പത്നിയും അങ്ങനെ അതേ അവസ്ഥയിലായിരുന്നു. അപ്പോൾ അതിൽ തട്ടിയപ്പോൾ ബ്രാഹ്മണൻ വന്നിട്ട് കൽക്കൽ വീണ് സംസ്ഥാപരാധം പൊറുക്കണം എന്നെല്ലാം പറഞ്ഞു. പിന്നെ ഇതുവരെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ദുഃഖങ്ങളെ പറഞ്ഞു തീർക്കേണ്ടതാണ്, അങ്ങയോട് പറഞ്ഞാൽ അതൊക്കെ അങ്ങ് പുഷ്പാഞ്ജലിയായിട്ട് സ്വീകരിക്കും, എല്ലാത്തിനെയും എനിക്കറിയാം. അങ്ങയുടെ മഹത്വം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അങ്ങയുടെ പാദത്തിൽ ഞാനിതൊക്കെ പറഞ്ഞത്, അങ്ങയുടെ പാദത്തിൽ സമർപ്പിച്ചത്. അല്ലെങ്കിൽ ആ ദുഃഖം ഉള്ളിൽ വെച്ചുകൊണ്ടിരുന്നാൽ ഒരു പക്ഷേ അത് വേറെ വലിയ മഹാവിപത്തുക്കൾക്കിടയാവും. അപ്പോൾ ഓരോ തവണ ദുഃഖം ഉണ്ടാവുമ്പോഴും ഓരോ തവണ വിഷമം ഉണ്ടാവുമ്പോഴും അതൊക്കെ ഭഗവാന്റെ പാദത്തിൽ ഞാൻ സമർപ്പിച്ച് മടങ്ങാറുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ പ്രതീകാത്മകമായിട്ട് സമർപ്പിക്കാൻ ആ കുഞ്ഞിൻ്റെ മൃതശരീരം പോലും ഉണ്ടായില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങയെ തേടി വരാഞ്ഞത് എന്ന് പറഞ്ഞ് നമസ്കരിച്ച് എണീറ്റപ്പോൾ ഭഗവാൻ പുഞ്ചിരിച്ചു കൊണ്ടൊന്ന് നോക്കിയപ്പോൾ അപ്പോഴാണ് അടുത്ത് നിൽക്കണ ആളെ നോക്കിയത്. അപ്പോൾ തൻ്റെ കയ്യിൽ കുഞ്ഞിനെയും പിടിച്ചുകൊണ്ട് അർജുനൻ നിൽക്കണു. അത്ഭുതമായി. ബ്രാഹ്മണനും തോന്നിയില്ല, അങ്ങനെ വരുന്നേ വിചാരിച്ചില്ല, ഇതൊന്നും പ്രതീക്ഷിക്കണില്ലല്ലോ. വേഗം അങ്ങയുടെ പുത്രനെ ഇതാണ് അങ്ങയുടെ പുത്രനെ, ഞാനിതാ തിരിച്ചു തരണമെന്ന് പറഞ്ഞു. അപ്പോഴോ ഒന്നും കൂടിയും ആ ഭഗവാന്റെ മഹത്വം ഇത് തന്നെയായിരുന്നു ഞാൻ ഉദ്ദേശിച്ചതും. അങ്ങയെ ആശ്രയിക്കുന്നേക്കാളും കൂടുതൽ അങ്ങയുടെ ഭക്തന്മാരെ ആശ്രയിച്ചു കഴിഞ്ഞാൽ ആ ഭക്തൻ്റെ പാദത്തിനെ പിടിച്ചാൽ ഭക്തന് ഒരു ചുതി ഉണ്ടാവുന്നത് ഭഗവാൻ കണ്ടു നിൽക്കില്ല. ഭഗവാനെ വിളിച്ചിട്ട് ഭഗവാൻ എന്തെങ്കിലും ചുതി ഉണ്ടായാൽ എത്രയോ കാര്യങ്ങൾ പറഞ്ഞു, എത്രയോ വഴക്ക് പറഞ്ഞു, എത്രയോ ജൽപ്പനങ്ങളുണ്ടായി. അതുകൊണ്ട് ഭഗവാൻ ഇതൊന്നും ആ സങ്കടം കൊണ്ടാണെന്ന് മനസ്സിലാക്കി മിണ്ടാണ്ടിരുന്നേ ഉള്ളൂ. പക്ഷേ ഭക്തൻ്റെ വാക്കിനേലെ ഭക്തൻ്റെ വാക്കു സത്യമാക്കുവാൻ ഓടിയെത്തിടുമച്യുതൻ, ഇത്രയ്ക്കും ഭക്തവാത്സല്യം വേറെ ആരിലുണ്ടെൻ്റെ കേശവ. ആ ഭഗവാൻ ഭക്തൻ്റെ വാക്കിനെ സത്യമാക്കാനായിട്ട് ഓടി വരും. അങ്ങനെയുള്ള ആ ഭഗവാന്റെ
ഭഗവാന്റെ അനുഗ്രഹം ഏറ്റുവാങ്ങിക്കൊണ്ട് അർജുനൻ്റെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ വാരി മാറോടണച്ചുകൊണ്ട് പത്നി അപ്പോഴേക്കും അവിടേക്ക് കടന്നു വന്നു. ഇതെല്ലാം കണ്ട് നിശബ്ദമായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആ സ്വാതിയുടെ കയ്യിലേക്ക് ആ കുഞ്ഞിനെ വെച്ചു കൊടുത്തു. ആദ്യമായിട്ടാണ് ജനിച്ച കുഞ്ഞിനെ ജീവനോട് കൂടിയിട്ട് തൻ്റെ മാറോട് ചേർത്ത് ഇങ്ങനെ അടയ്ക്കണത്. മാറോട് ചേർത്ത് അണച്ചുകൊണ്ട് അപ്പോഴേക്കും മുലപ്പാൽ ചുരന്നൊഴുകാൻ തുടങ്ങി. സ്ഥലകാലങ്ങളൊക്കെ മറന്നുകൊണ്ട്, മുന്നിൽ നിൽക്കുന്നവരെയൊക്കെ മറന്നുകൊണ്ട് ആ അമ്മ തൻ്റെ മാതൃവാത്സല്യത്തിൽ നിന്ന് ഒഴുകി വന്ന ആ മുലപ്പാൽ ആ കുഞ്ഞിൻ്റെ വായിൽ വെച്ച് ആ മുലപ്പാൽ കൊടുക്കാൻ തുടങ്ങി. ആത്മനിർവൃതിയിൽ ആ അമ്മ നാരായണ 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 എന്നിങ്ങനെ ജപിച്ചുകൊണ്ട് അമ്മിഞ്ഞപ്പാൽ കൊടുക്കണു. അങ്ങനെ അമ്മിഞ്ഞപ്പാൽ കൊടുക്കുന്ന ആ അച്ഛൻ്റെയും അമ്മയുടെ അടുത്തേക്ക് ഓരോരോ കുട്ടികളായിട്ട് അച്ഛാ അമ്മേ ഞങ്ങളും വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഓരോരുത്തരും വരണു. ഓരോരുത്തരെ കാണുമ്പോഴേക്കും അവരുടെയൊക്കെ അത്ഭുതം, ആ അച്ഛനമ്മമാരുടെ അത്ഭുതം കൂടുകയാണ്. ആരെയാണ് എടുക്കേണ്ടത്, ആരെയാണ് മാറോട് ചേർക്കേണ്ടത്, ആർക്കൊക്കെയാണ് അമ്മിഞ്ഞപ്പാൽ കൊടുക്കേണ്ടതെന്നൊക്കെ അത്ഭുതപ്പെട്ടുകൊണ്ട് ആ അച്ഛനമ്മമാരെ, ആ വിപ്രദമ്പതിമാരെ അത്രയ്ക്കധികം ആനന്ദത്തിനെ അനുഭവിച്ചുകൊണ്ട്, ആ സച്ചിദാനന്ദ രസം അനുഭവിച്ചുകൊണ്ട് ആ ഭഗവാന്റെ മുമ്പിൽ നിന്നു. അങ്ങനെ എല്ലാ ദുഃഖങ്ങളെയും അകറ്റിയിട്ട് എല്ലാ പുത്രന്മാരെയും ഭഗവാൻ അവിടെ തിരിച്ചു നൽകുകയാണ് ചെയ്യണത്. ആനന്ദപാദോബ്ദിയിൽ നീന്തിയും കൊണ്ടാശീർവദിച്ചിങ്ങനെയോതി വിപ്രൻ ദുഃഖിച്ചു ഞാനന്ന് പിഴച്ച തുള്ളിയിലോർത്തിയിടല നീയൊരു തെല്ലുപോലും അത്യന്തമാഹാത്മമെഴും മുകുന്ദൻ എന്നും പ്രധാനന്ദന നിന്റെ കയ്യിൽ അല്ലെങ്കിൽ നീയൊരവസ്ഥയാർക്കു സാധിക്കുമീ മഞ്ഞിൽ മഹാനുഭാവ. എന്തെന്തു ചൊല്ലിയിടിലും എന്തു തന്നെ ചെയ്തിടിലും നിന്നെയുദാരശീലൻ വെറുത്തിടാ കൃഷ്ണനെ അത്രമേലും വശീകരിച്ചുള്ളൊരു ഭാഗ്യവാൻ നീ. കൃഷ്ണന്റെ കാരുണ്യവും ഈ അനന്തമാഹാത്മ്യവും കണ്ടു കരങ്ങൾ കൂപ്പി കണ്ണീർ കിനിഞ്ഞച്യുതപാദതാരിൽ നമസ്കരിച്ചങ്ങിനെയോതി പാർത്ഥൻ. എന്തെന്തു തൻ യോഗ്യതയങ്ങുമെങ്ങും ആർക്കാർക്കു കണ്ടിടുകിലും ജഗത്തിൽ അതൊക്കെയും മിന്നിടും ഇമ്മഹാന്റെ കൃപാലവം സംശയമില്ല പോതെല്ലും. ഈ വണ്ണം അത്യത്ഭുതമെത്രയെത്ര ചരിത്രമോദേണ്ടുകിൽ വിസ്തരിപ്പാൻ യഥോചിതം സർവരിലും സമസ്ത കാമങ്ങൾ വർഷിച്ചു മഹാനുഭാവൻ. കൊന്നും ഖലന്മാരെ ധനഞ്ജയാദ്യർ വഴിക്കു കൊല്ലിച്ചു അനന്തവീര്യർ ധർമാത്മജാദിത്യരിലൂടെ ധർമ്മപ്രതിഷ്ഠ ചെയ്തേറെ വിളങ്ങി മഞ്ഞിൽ. അങ്ങനെ ആ കുട്ടികളെയൊക്കെ കൊടുത്തപ്പോൾ പറഞ്ഞു, ഭഗവാനെ അങ്ങ് സംസ്ഥാപരാധം പൊറുക്കണം, ഞാൻ പറഞ്ഞതൊന്നും മനസ്സിൽ വയ്ക്കരുത്, അങ്ങക്ക് അങ്ങനെ ഒരു ശീലമില്ല എന്നറിയാം, നല്ലത് മാത്രം സ്വീകരിക്കേണ്ടതാണ് അങ്ങ്. പ്രാർത്ഥനയോട് പറഞ്ഞു, നിൻ്റെ അഹോഭാഗ്യം ഭഗവാന്റെ പാദത്തിൽ നമസ്കരിക്കുന്നേക്കാളും കൂടുതൽ വീണ് നമസ്കരിച്ചത് പാർത്ഥൻ്റെ പാദത്തിലാണ്. കാരണം എന്താ, ഇത്രയ്ക്കും ഒരു മഹാഭാഗ്യം ലഭിച്ചുല്ലോ. ഇങ്ങനെ ഇപ്പോൾ ഇതൊക്കെ ഉണ്ടാവാനുള്ള കാരണം ശ്രീകൃഷ്ണൻ്റെ കൃപാകടാക്ഷം മാത്രമാണ്. ആ ശ്രീകൃഷ്ണൻ്റെ ഉത്തമ സുഹൃത്തായിട്ട് വലങ്കൈയായിട്ട് കൂടെ നിൽക്കാനായിട്ട് സാധിച്ചില്ലേ. അങ്ങനെയുള്ള അങ്ങയുടെ മഹത്വം ആർക്കാ പറഞ്ഞാൽ മനസ്സിലാവുക എന്ന് പറഞ്ഞ് നമ്മൾ ഈ ഒരു അവസ്ഥയ്ക്ക് അങ്ങക്ക് അതുകൊണ്ടാണ് ഇതെല്ലാം സാധിച്ചതെന്ന് പറഞ്ഞ് നമസ്കരിക്കുന്നു. എന്നിട്ട് പറയണു, നിങ്ങളൊക്കെ എന്തു ചെയ്താലും എന്തു തന്നെ പറഞ്ഞാലും അതൊക്കെ ഒരിക്കലും നിങ്ങളെ വെറുക്കില്ല ശ്രീകൃഷ്ണ ഭഗവാൻ. അത്രയ്ക്കും നിങ്ങളിതാ ആ ശ്രീകൃഷ്ണ ഭഗവാനെ വശീകരിച്ചു കഴിഞ്ഞു എന്നെല്ലാം പറഞ്ഞ് ആ ശ്രീകൃഷ്ണ ഭഗവാനിൽ അത്രയും നിങ്ങളുടെ പ്രവൃത്തി കൊണ്ട് വശീകരിച്ചു കഴിഞ്ഞു. നിങ്ങളൊക്കെ മഹാഭാഗ്യവാന്മാരാണ്.
അങ്ങനെ എല്ലാവരും ആ പത്നിയും അച്ഛനും അമ്മയും പാദത്തിൽ, ശ്രീകൃഷ്ണ പാദത്തിൽ നമസ്കരിക്കുമ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ആ കുഞ്ഞുങ്ങളെല്ലാവരും അല്ലേ, ആ 1 വയസ്സ് മുതലുള്ള എല്ലാ കുഞ്ഞുങ്ങളും ആ ശ്രീകൃഷ്ണ ഭഗവാനെ അച്ഛനമ്മമാർ ചെയ്തതുപോലെ നമസ്കരിക്കുന്നു. നമ്മളും അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. നമ്മൾ നമസ്കരിക്കുമ്പോൾ അത് കണ്ട് നമ്മുടെ കുട്ടികളും നമസ്കരിക്കും. അല്ലാണ്ട് അവരോട് നമസ്കരിക്കൂ 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 എന്ന് പറയല്ല ചെയ്യേണ്ടത്. നമ്മൾ ചെയ്യണ കണ്ടാൽ അവരും നമസ്കരിക്കും. അങ്ങനെയാണ് വേണ്ടത്. അപ്പം അങ്ങനെ ആ അത്യത്ഭുതമായിട്ടുള്ള ഇനിയും ധാരാളം കഥകൾ, ഭഗവാന്റെ അത്യത്ഭുത കഥകളുണ്ട്. ഇതൊക്കെ ആർക്കാർക്ക് എത്ര പറഞ്ഞാലാ മതിയാവുക. അങ്ങനെ പറയാൻ പറ്റാത്ത അത്രയ്ക്കും മഹത്വമുണ്ട്. നമ്മൾ തുടങ്ങിയതും അനുഭവ കഥകളിലൂടെയാണ് അല്ലേ തുടങ്ങിയത്. ഇതും ഒരു അത്യത്ഭുതമായ അനുഭവം തന്നെയാണ്. ഇനിയും ഒരുപാട് അനുഭവങ്ങൾ ആ ഭഗവാനിൽ നിന്ന് ഓരോരുത്തർക്കും ഓരോ നിമിഷവും ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും അങ്ങനെ അത്യത്ഭുതമായിട്ടുള്ള കൃഷ്ണാനുഭവം ലഭിക്കട്ടെ, ആ സച്ചിദാനന്ദ രസം അനുഭവിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പരസ്പരം സ്നേഹത്തോടു കൂടിയിട്ട്, നിസ്വാർത്ഥമായിട്ട് നിഷ്കപടമായിട്ടുള്ള ആ ഒരു സ്നേഹത്തോടു കൂടിയിട്ട് പരസ്പരം സ്നേഹിക്കാനും പരസ്പരം മനസ്സിലാക്കാനും ആത്മാർത്ഥമായിട്ട് എല്ലാവരോടും ഒന്നുപോലെ പെരുമാറാനും ഒക്കെ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകൾ ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കുകയാണ്. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. നാരായണാഖില ഗുരു ഭഗവാൻ നമസ്തേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീഹരയേ നമ. നാരായണാഖില ഗുരു ഭഗവൻ നമസ്തേ. ജയ് ജയ് ശ്രീ രാധേശ്യാം.